ശ്രീനിവാസൻ കൊറോണക്കാലത്ത് എന്റെ ബിരിയാണി കഴിക്കാനായിട്ട് രാവിലെ തൊട്ട് പട്ടിണി കിടന്നിട്ട് ഉച്ചക്ക് എന്റെ ബിരിയാണി കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. ഇത് വിശ്വസിക്കാൻ പറ്റില്ല. മുടങ്ങും. എന്നെ ഉപദേശിക്കാൻ വന്ന EMI മുടങ്ങും. ഞാൻ പറയാം സത്യവാ, ഈ മനുഷ്യൻ റീച്ച് ഉണ്ടാക്കി ഓരോന്നും പറയും. ഞാൻ മോരുകറി ഉണ്ടാക്കും, ഓംപ്ലേറ്റ് ഉണ്ടാക്കും. നല്ലതാ, ഓംലെറ്റും മോര് കറി കിട്ടു കഴിക്കാം. കംപ്ലീറ്റ് ആക്ടർ എന്ന പേര് കൊടുക്കാൻ ഇപ്പൊ കംപ്ലീറ്റ് ആയിരുന്നു. ഫ്രൈഡേ സ്റ്റാർ, ഇന്റർവ്യൂ സ്റ്റാർ, പടക്ക സ്റ്റാർ. എന്താ നിനക്ക് എന്നെ പറ്റി പറയുന്നതിന് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല? അങ്ങനെ ഒരു 4 ഫുൾ കൈ ഷർട്ടും കൊണ്ട് ഞാൻ ആ സീസണിൽ 6ഓളം പരസ്യം, 5ഓളം ഉദ്ഘാടനം. അത്രയില്ല. ബഹിരാകാശത്ത് താഴെ ഇറങ്ങിട്ട ഒരു കുന്നിനും താഴോട്ട് വരുമ്പോ അടുത്തൊക്കെ പറന്നു പോവാ. ഇവര് എവിടെ തെലുങ്കിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, അവിടെ ഞാൻ കൊണ്ടുവരാൻ പറ്റുമോ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. താങ്ക് യു. ഐഡി എന്താണ്? എന്താണ് ഐഡി? ഐഡന്റിറ്റി. ആരുടെ ഐഡന്റിറ്റി? പലരുടെയും. നല്ലൊരു സബ്ജക്ട്, നല്ലൊരു സിനിമ അല്ലേ? സബ്ജക്റ്റ് നമ്മൾ ചർച്ച ചെയ്തല്ലോ. അതിനൊരു റെലവൻസ് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഇതൊക്കെ വന്ന കാലം തൊട്ടിട്ടുള്ള ഒരു ചർച്ചയായിട്ടുള്ളതും പല സ്ഥലങ്ങളും ചർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് സിനിമയായി വരുമ്പോൾ അതിന് ഒരു സിനിമക്കുള്ളതുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞ സമയത്ത് നമുക്ക് തോന്നുക. പക്ഷേ അത് വീണ്ടും എൻ്റെ ചർച്ചയിലൊക്കെ എന്തായപ്പോൾ സിനിമ നമ്മൾ ഷൂട്ടിൻ്റെ സമയത്തായിക്കോട്ടെ, സിനിമ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഡിസ്കഷനിലൂടെയൊക്കെ ആ സിനിമ കുറച്ചുകൂടെ നന്നായി വന്നൊരു സബ്ജക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ദ ടൈം അത് വർക്ക് ചെയ്ത് അങ്ങനെ, കാരണം ചെറിയൊരു കണ്ടന്റ് ആണല്ലോ. നമ്മൾ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരു ഡീപ് ഫേക്ക് പോലത്തെ അല്ലെങ്കിൽ ഒരു ഫേസ് വാപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവുകയും അങ്ങനെ ഞങ്ങളത് ഫാമിലി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കത് എങ്ങനെ നമ്മളതിനെ ഓവർകം ചെയ്യുന്നു, ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു അകത്തുക. അല്ലേ? എനിക്ക് തോന്നുന്നു ഇന്ന് അജുവിൻ്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അജു പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു വെള്ളിയാഴ്ച എന്ന ദിവസം ഉണ്ടെങ്കിൽ ധ്യാനില്ലാതെ സിനിമാ തിയേറ്റർ ഉണരില്ല എന്ന്. അപ്പം ഞാൻ അജുവിൻ്റെ അടുത്ത് ചോദിച്ചു, 4 പടങ്ങളാണ് ഒന്നിനു പറയാൻ നടന്നുകൊണ്ടിരിക്കുന്നത്, റിലീസ് കാണുക. എങ്ങനെയാണ് ഇന്ന് അജു എന്നോട് പറഞ്ഞത്, ധ്യാനില്ലാതെ ഒരു തിയേറ്റർ വെള്ളിയാഴ്ച ഉണരില്ല, എൻ്റെ സഹം ഇല്ലാതെ നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അതാണ്, ഒരു വെള്ളിയാഴ്ച ഉണരും, ശനിയാഴ്ച അണയും, പിന്നെ അടുത്ത വെള്ളിയാഴ്ച ഉണരും, ശനിയാഴ്ച അണയും. അല്ലേ? അല്ല, ഈ 2 സൈഡ് 2 ലേഡീസിനെ എടുത്തിട്ട് പോ ഞാൻ എന്ത് പറയാൻ പറ്റും? എനിക്ക് സ്വാതന്ത്ര്യമില്ല, എന്റെ ലിബർട്ടി. അല്ല, അപ്പൊ അജുവിന്റെ സിനിമകള് 4 ഒരുമിച്ചാ. അതാ പറഞ്ഞേ. എന്നോട് കഴിഞ്ഞ പല സമയങ്ങളിലായിട്ട് പലപ്പോഴും പല തോന്നലുള്ള ഒരാളാണ്. അപ്പൊ എന്നോട് പലപ്പോഴായിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്നോട് സെലക്റ്റീവ് ആവണം, നീ ഇങ്ങനെ വലിച്ചു വരും സിനിമ ചെയ്തത്, ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഒരു സമയം വരെ. പിന്നെ എന്നോട് വിളിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എന്നോട് പറഞ്ഞു, നിന്റെ റൂട്ടാണ് കറക്റ്റ്. എന്ന് വെച്ചാൽ നമ്മളൊരാൾ ഉപദേശിക്കുകയും ആ ഉപദേശിച്ച ആൾ തന്നെ മാറ്റി പറഞ്ഞ് അയാൾ നമ്മളടുത്ത് വന്നിട്ട് പറയാൻ നീ ചെയ്യുന്നതാണ് ശരി എന്ന് പറയുന്നതാണ് ശരി. അയാൾക്ക് യാതൊരു വിധ അല്ല ഒരു തീരുമാനമോ ഒരു അപ്പപ്പോ ഉള്ള തോന്നൽ. എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. എനിക്ക് കുറച്ച് തീരുമാനമുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ അറിയാവുന്നവർക്കും കൃത്യമായിട്ട് അറിയാം ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു കൃത്യമായിട്ടുള്ള. പലരും എന്നോട് ഒരു പ്ലാൻ ഇല്ലാതെ പോവുകയാണ്. കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട് എനിക്ക്. ആ പ്ലാൻ പടി പോകുന്ന ആളാണ് ഓരോ ദിവസവും. അപ്പം ഇപ്പം എന്നെ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും
കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴേക്കും പുള്ളിക്ക് മനസ്സിലായി. അല്ല, അത് എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ജോണിച്ചേട്ടൻ പറഞ്ഞു ഈ ഒരു കഥ പറഞ്ഞു. ഞാൻ എല്ലാ സിനിമയിലും ധ്യാന്റെ കൂടെ ഉള്ളത് ധ്യാന്റെ അടുത്ത് ഞാൻ ഒരു ഉപദേശിക്കാൻ പോയി. പക്ഷെ പിന്നെ എനിക്ക് ധ്യാന്റെ സിനിമയിലേക്ക് അവസരങ്ങൾ, എന്റെ EMI ഒക്കെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. മുടങ്ങും, എന്നെ ഉപദേശിക്കാൻ വന്ന EMI മുടങ്ങും. അല്ലെങ്കിൽ ധ്യാന്റെ എല്ലാ സിനിമയിലും ഞാൻ ഉണ്ടായിരുന്നു. അതെ അതെ അതെ, അതാ പറഞ്ഞേ, ഇനി എന്നെ ഉപദേശിക്കാൻ നിൽക്കരുത്. EMI എല്ലാം മുടങ്ങും. ആസ് ആക്ടേഴ്സ് നമ്മുടെ ജോലി എന്താ? നമ്മുടെ ജോലി അഭിനയിക്കുക. നമ്മളെ വിളിക്കുന്ന, നമുക്ക് കിടുന്ന ക്യാരക്ടേഴ്സും അത് നമ്മൾ വിശ്വാസം അർപ്പിച്ചിട്ട് ഒരാൾ വന്ന് നമ്മളെ, കാരണം അവരുടെ ഒരു ഗട്ട് ഫീലിംഗ് കൂടി ഉണ്ടല്ലോ, ഇതിനൊരു സംവിധായകനുണ്ട്, ഇതിനൊരു പ്രൊഡ്യൂസറുണ്ട്, അവരിത് കേട്ട് അവരിഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇങ്ങനൊരു സിനിമയും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം പലപ്പോഴും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഞാൻ പലപ്പോഴും അവരുടെ ആ ഗട്ടിനെ അല്ലെങ്കിൽ അവരുടെ ഗട്ട് ഫീലിങ്ങിനെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങി പോവാണ്. നമ്മുടെ സ്റ്റാർഡമോ അല്ലെങ്കിൽ നമ്മുടെ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. നമ്മൾ അവരെ വിശ്വാസം അർപ്പിച്ച്, കാരണം ആ സിനിമ ഓടേണ്ട നമ്മളെത്രത്തോളം അതിന് നമ്മളെക്കാളും ആവശ്യം അവർക്കാണ്. അപ്പൊ അത് നന്നാക്കി എടുക്കേണ്ടത് അവരുടെ ചുമതലയാണ് ഒരു പരിധി വരെ. നമുക്ക് ഡെഫിനറ്റ്ലി ഉത്തരവാദിത്വം ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ നമ്മുടെ ജോലി അഭിനയമാണല്ലോ. അപ്പം അത് ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു സംവിധായകനും കുളമാക്കിയെന്നോ അല്ലെങ്കിൽ നശിപ്പിച്ചു, ഞാൻ കാരണം നശിച്ചു പോയൊരു സിനിമയൊന്നുമില്ല. എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുമില്ല. അതില്ലാത്തടത്തോളം ഞാൻ ഇപ്പൊ എൻ്റെ റൂട്ട് കറക്റ്റ് ആണെന്ന് തിരിച്ചറിവ് അജുനും ഉണ്ടായി, ജോണി ചേട്ടനും ഉണ്ടാവട്ടെ. അല്ല, അവരിപ്പോ ചിന്തിക്കുന്ന ഇതിലുള്ള സാമ്പത്തിക ലാഭമാണ്, ഞാൻ ചിന്തിക്കുന്നത് അതല്ല. സാമ്പത്തിക ലാഭം ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ശമ്പളം കൂട്ടാം, എനിക്ക് പല 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 കാര്യങ്ങൾ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ എന്നെ കഴിഞ്ഞ ഏതൊരു സിനിമയിൽ ഇതേപോലെ തന്നെ വിളിച്ചപ്പോൾ അജു എന്നെക്കാളും ശമ്പളം കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ ഞാൻ നായകനായി അഭിനയിക്കുന്ന സിനിമയിൽ നായകനേക്കാളും ശമ്പളം. അപ്പോൾ സാമ്പത്തികം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനപ്പുറം നമ്മൾ ജോലി അല്ലെങ്കിൽ നമ്മുടെ ജോലി ഇതാണല്ലോ, നമ്മുടെ തൊഴിൽ. അപ്പം എല്ലാവരും ജോലി ചെയ്യുന്നത് സാമ്പത്തികം അല്ലെങ്കിൽ നമുക്ക് അതോടൊപ്പം തന്നെ സാമ്പത്തികം മാത്രം നോക്കിയിട്ടല്ല സിനിമ ചെയ്യുന്നത്. അതോടൊപ്പം ചില സിനിമകളൊക്കെ ഈ സിനിമയൊക്കെ നമ്മൾ കഥ കേട്ടിട്ട് നമുക്ക് ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നി തന്നെ ചെയ്ത സിനിമയാണ് ചില സിനിമകൾ. എല്ലാ സിനിമകളും എന്ന് വെച്ചിട്ട് ഞാനിത് ഒരു വലിയ മാസ് ഹിറ്റ് അടിക്കും എന്നുള്ളതിനപ്പുറം ഇങ്ങനൊരു സിനിമ, ഇങ്ങനൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്നവർ കാണട്ടെ. എത്ര പേര് കാണുന്നുള്ളത്, 10 പേര് കണ്ടാലും 100 പേര് കണ്ടാലും ഒരു കാണുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഇതെവിടെയെങ്കിലും കണക്റ്റ് ആവും അല്ലെങ്കിൽ ഇതെവിടെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും, അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അത് തന്നെയാണ് ഇതിന്റെ സംവിധായകനും അതിന്റെ പ്രൊഡ്യൂസറും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവുക, എവിടെയെങ്കിലും ഒക്കെ കണക്റ്റ് ആവും. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവർക്കും, ഇവ ദിവ്യക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ എവിടെയെങ്കിലും ഈ കഥയ്ക്ക് ഒരു പ്രസക്തി ഉണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സബ്ജക്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് തോന്നി തന്നെ ചെയ്ത സിനിമയാണ് ഐഡി. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ വേറൊരു കാര്യമാണ്, അതും കൂടെ ഒന്ന് ചോദിച്ചിട്ട് ബാക്കിയിലേക്ക് പോകുന്നില്ല. അജു പറഞ്ഞു നമുക്കൊക്കെ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കാമെന്ന് ആഗ്രഹിക്കും, പക്ഷേ കൈ ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫുൾ സ്ലീവ് ഇട്ടിട്ടുണ്ട് പരസ്യത്തിൽ അഭിനയിക്കാനുള്ള ഡേറ്റുകളായിരുന്നു കൂടുതലും. പക്ഷെ എനിക്കും അതിനകത്ത് അഭിനയിക്കാൻ പറ്റിയെന്നും കൂടെ പറഞ്ഞു. അതെ, കാരണം ഞാൻ കൈ ഒടിഞ്ഞ അന്ന് ഇനാഗ്രേഷൻ പിടിക്കുമെന്ന് പറഞ്ഞു. അതെ, കാരണം കൈ ഒടിഞ്ഞ അന്ന് ഇനോഗ്രേഷൻ പിടിച്ചത് കൈ ഒടിഞ്ഞതിന് ശേഷമല്ല പിടിച്ചത്, മുന്നേ പിടിച്ചിരുന്ന ഇനോഗ്രേഷനും മുന്നേ പിടിച്ചിരുന്ന പരസ്യങ്ങളും ആയിരുന്നു അതൊക്കെ. പക്ഷെ കൈ ഒടിഞ്ഞ ഒരു കാരണം കൊണ്ട് എനിക്ക് വേണമെങ്കിൽ, കാരണം ഞാൻ ആ കൈയൊടിഞ്ഞ അന്ന് രാത്രി ആ ഷൂട്ട് ഞാൻ ബ്രേക്ക് ചെയ്തു. കാരണം ഷൂട്ടിൽ ഞാൻ ഹാഫ് സ്ലീവ് ഷർട്ട് ഇട്ടിരുന്നത്, അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയും നീളത്തില് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കാണുന്നത് കൊണ്ട് എനിക്ക് ഷൂട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ആലോചിച്ചപ്പോൾ ഇത് കവർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പരസ്യം ചെയ്യാം. കാരണം പരസ്യത്തില് അപ്പം ഞാൻ അന്ന് രാത്രി ഈ പ്ലാസ്റ്റർ എന്ന് വെച്ചാൽ എൻ്റെ റിസ്റ്റാ പൊട്ടിയത്, ഇവിടുന്ന് പൊട്ടി. ഞാനിപ്പോൾ ഇവിടെ ഇതിട്ടിട്ടുണ്ട് പ്ലേറ്റ്. അപ്പോൾ പൊട്ടി അന്ന് രാത്രി ഞാൻ ഈ പ്ലാസ്റ്ററും കെട്ടി. ഞാനപ്പോൾ ഈ പരസ്യത്തിൻ്റെ ആൾക്കാർ, സ്വിഗ്ഗിൻ്റെ ആഡാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സ്വിഗ്ഗിൻ്റെ ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ടായിട്ട്, ഞാനത് വലിയ ഒരു പൈസക്കോ ഒന്നുമല്ല ഞാനത് കമ്മിറ്റ് ചെയ്തത്. നമുക്ക് ഒരു ഇതുള്ളത് കൊണ്ട്, പിന്നെ സ്വിഗ്ഗിനെ പോലത്തെ ഒരു നാഷണൽ വൈഡ് അല്ല അത്ര അറിയുന്ന ഒരു ബ്രാൻഡ് ഞാനത് അസോസിയേറ്റ് ചെയ്യാനുള്ളൊരു ആഗ്രഹം കൊണ്ടും അവർ വന്ന് എനിക്ക് വേണ്ടിയിട്ടായിട്ട് നിൽക്കുക അവിടെ. കാരണം ഞാൻ കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോൾ കോഴിക്കോട് അവർ സെറ്റ് ചെയ്ത് അവരെ ക്രൂ മൊത്തം പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്, ബാംഗ്ലൂരിൽ നിന്നും എല്ലാം കൊച്ചിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്.
അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ കാരണം പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാതിരിക്കാമായിരുന്നു. കാരണം എനിക്ക് സോളിഡ് കാരണമുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ അത്യാവശ്യം കാശുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ കാശ് കൊടുത്തിട്ട് അത് സെറ്റിൽ ചെയ്തിട്ട് പറ്റില്ല. അവരുടെ എക്സ്പെൻസ് മൊത്തം എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ അവരത് കാരണം ഞാൻ കൈ ഒടിഞ്ഞ ഉടനെ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അവസ്ഥ, ഒറ്റ കാര്യം ചെയ്താൽ മതി. അയ്യോ എന്ത് ചെയ്യും ഞങ്ങൾ? അപ്പോൾ അവർ എന്ത് ചെയ്യും ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം ചെയ്താൽ മതി, എനിക്കൊരു ഫുൾ സ്ലീവ് ഷർട്ട് നിങ്ങളൊന്ന് റെഡിയാക്കി വെച്ചാൽ മാത്രം മതി. എന്നിട്ട് ഞാൻ പ്ലാസ്റ്റർ കെട്ടി ഹോസ്പിറ്റൽ, ഇത് ഞാൻ കൈ ഒടിഞ്ഞ് കൈ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് വിളിച്ചവർ. അന്ന് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒടിഞ്ഞ് പൊട്ടി അന്ന് നേരെ ഞാൻ പോയത് ഈ ലൊക്കേഷനിൽ പോയിട്ട് രാത്രി 2-3 മണി വരെ ഞാൻ ആ പരസ്യം ഷൂട്ട് ചെയ്തു. എന്നുവെച്ചാൽ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. തിരിച്ച് 2 മണിക്കൂറോളം കോഴിക്കോട്, 1 മണിക്കൂറോളം കോഴിക്കോട് യാത്ര ചെയ്ത് രാത്രി പോയി പാതിരാത്രിക്ക് ആ വേദനയോട് കൂടി തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അത് ഒരിക്കലും സാമ്പത്തികമല്ല അതിലുള്ള കാര്യം. കാരണം നമ്മൾ കമ്മിറ്റ്മെന്റ് ഡെഫിനറ്റ് തീർച്ചയായിട്ടും കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്ത കാര്യമാണ്. അത് കാരണം അവർക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. കാരണം നമ്മൾ കാരണം വേറൊരാൾക്ക് ഒരു ഷൂട്ടിനോ അല്ലെങ്കിൽ ഒരു തടസ്സമോ ബുദ്ധിമുട്ടോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും ഞാനത് പോയി ചെയ്തതാണ്. അതേപോലെയാണ് അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഫെഡറൽ ബാങ്കിന്റെ അജു ഞാനും കൂടെ ചെയ്ത പരസ്യം. അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ പരസ്യം. അതും മുന്നേ ഓണത്തിന് വേണ്ടിയിട്ട് ഫെഡറൽ ബാങ്ക്, പിന്നെ ഫെഡറൽ ബാങ്ക് നമ്മുടെ ബാങ്കാണ്, നമ്മൾ അവരുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ട്. മൊത്തം പൈസ അവിടെയാണല്ലോ അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുമായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ടും ആ ബാങ്കുമായിട്ടൊരു കണക്ഷൻ ഉള്ളതുകൊണ്ടും ചെയ്തേ പറ്റും എന്നുള്ള സാഹചര്യമല്ല. അപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞു ഒരു ഫുൾ കൈ ഷർട്ട്. അങ്ങനെ ഒരു 4 ഫുൾ കൈ ഷർട്ടും കൊണ്ട് ഞാൻ ആ സീസണിൽ 6ഓളം പരസ്യം, 5ഓളം ഉദ്ഘാടനം ചെയ്തു. പിന്നെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ഒരു രോഗിയെ പോലെ അല്ലെങ്കിൽ കൈയൊടിഞ്ഞ അവസ്ഥയിൽ വീട്ടിലിരിക്കുക പറഞ്ഞാൽ എനിക്ക് വേദന ഞാൻ ശരിക്കും അറിഞ്ഞാൽ ഇത് ഇറങ്ങി നടന്ന് പരിപാടി ചെയ്തപ്പോൾ ഞാൻ അതിലങ്ങ് ആൾക്കാരെയൊക്കെ കണ്ട് എൻഗേജ്ഡ് ആയി. അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് എൻ്റെ അടുത്ത് 3 ആഴ്ചയോളം അല്ലെങ്കിൽ 2 ആഴ്ചയോളം റെസ്റ്റ്, 2 ആഴ്ച റെസ്റ്റ് മാത്രമല്ല 1 ആഴ്ച കഴിഞ്ഞിട്ട് സർജറി പറഞ്ഞിരുന്നു. ആ 1 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സർജറി ഞാൻ മാറ്റി വെച്ച് ബാക്കിയുള്ള പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി സർജറി ചെയ്തത്. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തൊരു സിനിമയുടെ പ്രൊമോഷൻ വന്നു. ഒറ്റ കൈയും വെച്ചിട്ട് ഈ കൈയും വെച്ച് ഡ്രൈവ് ചെയ്ത് ഞാൻ ഏകദേശം 12 മണിക്കൂറോളം വണ്ടി ഓടിച്ചു യാത്ര ചെയ്ത് പ്രൊമോഷൻ വന്നു. അപ്പൊ അത് കമ്മിറ്റ്മെന്റ് വലുതാണ്. അത് അജു പറഞ്ഞു, അത് പറഞ്ഞ എന്റെ സഹോദരൻ കമ്മിറ്റ്മെന്റ് ആണ് ഇതെല്ലാം പറയുകയും ചെയ്തു കേട്ടോ. കാരണം വെച്ചാൽ ഒന്ന് അബാമിന്റെ പടം ആണ്, ബാഡ് ബോയ്സ് അതിന്റെ പ്രൊമോഷൻ ഉണ്ട്, രാവിലെ തിരുവനന്തപുരത്തൊരു ഉദ്ഘാടനം ഉണ്ട്. അത് അതിന്റെ പ്രശ്നം വെച്ചാൽ അതും അവര് മുന്നേ ഡേറ്റ് ഒക്കെ വെച്ച് നമ്മുടെ ഇതൊക്കെ അടിച്ച് ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ആക്സിഡന്റ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരാഴ്ച 10 ദിവസത്തിനുള്ളിൽ ഷെഡ്യൂൾ ചെയ്ത സാധനങ്ങൾ, അതും 1 മാസം 1.5 മാസം മുന്നേ ഉള്ള വന്ന പരിപാടികളാണ്. അപ്പം പെട്ടെന്ന് ഇതൊക്കെ മാറ്റി ഇതാവുന്നുള്ള ഇതില്ല. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ എബ്രാം ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും രാത്രി ഈ പ്രസ് മീറ്റിന് എത്തണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വേറെ വഴിയില്ല. അങ്ങനെ ഞാൻ ആ പരിപാടി രാവിലെ കൊച്ചിയിൽ നിന്ന് പോയി ട്രിവാൻഡ്രത്ത് ഉദ്ഘാടനം കഴിഞ്ഞ് അവിടെ നിന്ന് വണ്ടി ഓടിച്ച് തിരിച്ച് കൊച്ചിയിലേക്ക് എത്തി. രാത്രി 10-10:30 മണിക്കാണ് പ്രസ് മീറ്റിന് വരുന്നത്. 11-12 മണിയാകുമ്പോൾ കിടന്നു. അല്ല ഞാൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ ആണ് കേട്ടോ അതിനകത്ത്. അതൊരു ക്വാളിറ്റിയും കൂടെ എല്ലാവർക്കും അല്ല തീർച്ചയായും ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു. അല്ല ദിവ്യ? അതെ, എനിക്ക് എന്നെ കൊണ്ടാവില്ല. ആവില്ലല്ലോ, അത് ആരും കൊണ്ടാകാത്ത സാധനമാണ് പറഞ്ഞത്. കൈ ഒടിഞ്ഞിട്ടൊക്കെ ആ വേദനയിൽ ഞാൻ പറഞ്ഞേ ഞാൻ അവിടെ കിടക്കും. അല്ല അത് ഇവരൊക്കെ ആയിട്ടുള്ള നമുക്കുള്ള ഒരു ആത്മബന്ധമുണ്ട്. ബ്രാഞ്ച് ചേട്ടനായിക്കോട്ടെ ഷീൽ ചേച്ചിയൊക്കെ ആയിട്ട് നമുക്കൊരു ലൈക്ക് ഫാമിലി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇത്ര ഇതായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ വന്നേ പറ്റൂ എന്നുള്ളൊരു, ഇപ്പൊ ഞാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ അവരത് മനസ്സിലാക്കി സ്വാഭാവികമായിട്ടും. കാരണം അവിടെ എല്ലാ ആക്ടേഴ്സും ഉണ്ട്. ഞാൻ വന്നാൽ ഇപ്പൊ വന്നില്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല, സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ വരണം എന്നല്ല, ഞാൻ ഉണ്ടാവണം എന്ന് അവരൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നോ പറയാൻ പറ്റാത്ത ചില സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ അവൈലബിൾ ആയിരിക്കുക എന്നുള്ള. പിന്നെ ഒരു കൈ മാത്രമല്ലേ, കയ്യിലല്ലോ നമ്മുടെ ആയുധം. നമ്മുടെ ആയുധം ഇവിടെ കിടക്കുവാണല്ലോ, എപ്പോ വേണമെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കാവുന്ന ആയുധം. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന പേര് കൊടുക്കുക അല്ലേ ധ്യാനം? ഇപ്പൊ കംപ്ലീറ്റ് ആയിരുന്നു. ഒരു ആക്ടർ എന്നുള്ള രീതിയിലല്ലോ. അല്ല എല്ലാം കൊണ്ടുമാണ്, എല്ലാം കൊണ്ടും
എല്ലാം അയച്ചേ അങ്ങനെ ഒരു പേര് കൊടുക്കാൻ പറ്റുന്ന ഒരു പേരുണ്ടല്ലോ ഇപ്പൊ ഇന്റർവ്യൂ സ്റ്റാർ, അത് വേറെ പോലെ. അതൊന്നും മാറുന്ന കാര്യമില്ല. ഫ്രൈഡേ സ്റ്റാർ, ഇന്റർവ്യൂ സ്റ്റാർ, ഫ്രൈഡേ സ്റ്റാർ ഓക്കെ ആയല്ലോ അല്ലേ? പടക്ക സ്റ്റാർ. എന്താ നിനക്ക് എന്നെ പറ്റി പറയുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല? എന്തിനാ വെറുതെ നമ്മളെ ഇങ്ങനെ ഒരിക്കലും അല്ല, ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നത്. വെരി ഗുഡ്. നാളെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നല്ല സക്സസ് മാറ്റി പറയില്ലേ? അതെ. അപ്പൊ ഞാൻ പറയും ഇവിടെ ബോംബ് ഞാൻ തിരിച്ചടിക്കും. ഞാൻ 2 പടം ഓടിക്കോട്ടെ, ഞാൻ കാണിക്കല്ലേ. സംഭവം അങ്ങനെയല്ല. ഇതിൽ നിന്ന് തന്നെ ഒന്ന് മാറ്റി പിടിക്കും. അത് അല്ല, ഇപ്പൊ നമ്മളെ സിനിമകളായിക്കോട്ടെ, ഇപ്പം റിവ്യൂവേഴ്സ് ആയിക്കോട്ടെ, ഇപ്പം അശ്വന്ത് ഞാനും അശ്വന്തും കൂടെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിരുന്നു. അശ്വന്താണ് എന്നെ മറ്റേ ബോംബ്, ഒരു കാലം വരെ ബോംബ് എന്നുള്ള പേര്, ബോംബ് സ്റ്റാർ, പടക്കം. അപ്പം അശ്വന്തിനെ ഫോളോ ചെയ്ത ആൾക്കാരാണ് എന്നെ ബോംബ്, പടക്കം എന്നൊക്കെ വിളിച്ചോണ്ട്. അതേ അശ്വന്ത് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ എന്നെ ഫസ്റ്റ് വിളിച്ചിട്ട് ഞാൻ ഭയങ്കര രസമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഭയങ്കര ഇഷ്ടമായി, അല്ലെങ്കിൽ സിനിമ ഇഷ്ടമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇത് പെർഫോമൻസിൻ്റെ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞാൽ അപ്പം അതൊക്കെ നല്ലത് വരുമ്പോൾ നല്ലത് അപ്രീഷിയേറ്റ് ചെയ്യും, മോശം വരുമ്പോൾ അതിനെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഇതിൻ്റെ റിവ്യൂസ് പലപ്പോഴും നല്ലതാണെങ്കിൽ പലരും ഷെയർ ചെയ്യുകയും ഇവിടുത്തെ നടന്മാരടക്കം ഷെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേ മോശം വരുമ്പോൾ പുള്ളിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതൊക്കെ ഒരു കാലത്തിൻ്റെ മാറ്റമാണ്. ഇന്നൊരു യൂട്യൂബ് ചാനലിൽ ആർക്ക് വേണമെങ്കിലും സിനിമയിൽ അഭിപ്രായം പറയാം, എന്തും ചെയ്യാം. ചില സാധനങ്ങൾ സ്പോയിലറായി പോകാൻ പാടില്ല എന്നുള്ളതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയുടെ കഥകളോ കഥയുടെ കാര്യങ്ങളോ കൂടുതലായിട്ട് പറയുമ്പോൾ അത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ അത് റിവീൽ ചെയ്യുന്നതിനോട് എനിക്ക് ഇതുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ എന്നാ ഇന്റർവ്യൂവിന് പറഞ്ഞപ്പോഴും പേഴ്സണൽ ആയിട്ടുള്ള ഇത് വളരെ പേഴ്സണലായിട്ട് നമ്മൾ ചെയ്യരുതെന്നുള്ള സാധനത്തിനോടും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓരോ പേരിട്ട് വിളിക്കുക, അതൊക്കെ ഞാൻ അശ്വന്തനോട് തന്നെ നമ്മൾ ആ ഇന്റർവ്യൂവിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ സംസാരിച്ച വിഷയങ്ങൾ. പിന്നെ അതൊക്കെ എങ്ങനെ അപ്പോൾ കാരണം അത് മാനസിക വിഷമം ഉണ്ടാക്കും ആൾക്കാർക്ക്. അപ്പം ആ രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവ് ഇട്ട സമയത്ത് ആ പടത്തിനെ പറ്റി പോസിറ്റീവ് ഇട്ട സമയത്ത് ഞാൻ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് അശ്വിനെ താങ്ക് യു എന്ന്. എന്നെ സ്ഥിരമായി തെറിയല്ല ഞാൻ പറഞ്ഞ സ്ഥിരമായി എൻ്റെ സിനിമകളോടും നമ്മളോടും മോശമാണെങ്കിൽ മോശമെന്ന് പറയും, നല്ലതാണോ നല്ലതും പറയുന്ന ആളാണ്. ബുള്ളറ്റ് ഡയറീസിനെ പറ്റി നല്ലത് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യം ചെയ്യുക, നമ്മളെ പ്രവർത്തന മേഖല എന്താണോ നമ്മുടെ ജോലി ചെയ്തു പോവുക എന്നുള്ളത് മാത്രമല്ല. സക്സസ് ഇതൊക്കെ ഫോളോ ചെയ്യും, വരും. നല്ലത് വരുമ്പോൾ നല്ലത് വരുമ്പോൾ വരട്ടെ. തീർച്ചയായിട്ടും വരുമ്പോൾ വരട്ടെ, ഒരു മാറ്റവും ഇല്ല. എന്തായാലും ധ്യാന്റെ സംസാരമാണല്ലോ എപ്പോഴും അല്ലേ? ധ്യാന്റെ ഇന്റർവ്യൂ ഒക്കെ കാണാറില്ല? ഇന്റർവ്യൂ കാണേണ്ടതില്ല, അല്ലാതെ തന്നെ ഞങ്ങൾ അത്യാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചേക്കും? അല്ല, ജയിലർ കഴിഞ്ഞിട്ട് ഇപ്പൊ ജയിലറിന്റെ നല്ല റിവ്യൂ ഒക്കെ ഒന്ന് കേട്ടാണല്ലോ അല്ലേ? ഞാൻ ശ്രദ്ധിക്കാറില്ല, കണ്ടില്ല. അതെ, കാണാത്തത് നല്ലതാ. ഞാൻ കണ്ടില്ല. ഈ സിനിമയിലേക്ക് വന്നുമ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഞാൻ ഭാര്യ ഭർത്താവ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ സിനിമയിലെ കോൺസെപ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പൊ കേട്ടിരുന്നു, നല്ലൊരു സബ്ജക്റ്റാണ് അത്. ഒരു സ്വകാര്യതയിലേക്ക് ഒരാളുടെ കടന്നുകയറ്റമാണല്ലോ ഈ സബ്ജക്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഈ സിനിമയിൽ ഐ മീൻ ആദ്യം ഇത് പറഞ്ഞപ്പോൾ തന്നെ കഥ കേൾക്കുമ്പോൾ കുറേ പേര് ഇതിൽ വിക്റ്റിമാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു സീനിൽ പറയുന്നുണ്ട്, നമ്മളിതിന് ഇമ്പോർട്ടൻസ് കൊടുത്താലല്ലേ നമുക്കിത് എഫക്റ്റ് ആകത്തുള്ളൂ. നമ്മളെന്തിനാ ഇത് നമുക്ക് ഫേക്കാന്ന് അറിയാമല്ലോ, ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളും തെറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് വെറുതെ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ദാറ്റ്സ് എ ഹോൾ ഐഡിയ അബൌട്ട് ദിസ്. ഇപ്പം നമ്മളെ ഒരാൾ ഇപ്പോൾ എന്ത് റിവ്യൂ കമൻറ്റ് എന്താ ഇപ്പോൾ ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താലല്ലേ അത് എന്നെ എഫക്റ്റ് ചെയ്യുള്ളൂ. ഐ ഡോണ്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദാറ്റ്. ആസ് ലോങ് ആസ് ഐ ഡോണ്ട് ഗിവ് ഇമ്പോർട്ടൻസ് ടു ഇറ്റ് ഡസ് നോട്ട് എഫക്ട് മീ. ശരിക്കും വേട്ടയാടിയിട്ടുണ്ട് പല കാര്യങ്ങളും. എങ്ങനെ എന്ന് വെച്ചാൽ വിക്ടിമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ തോന്നിയിട്ടുണ്ടോ ആക്ച്വലി അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഐ മീൻ നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര പേര് നമ്മളെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇൻ ഓൾ യുവർ ലൈഫ്, ലൈക്ക് ഫ്രം സ്കൂൾ ടിൽ നൗ, ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് പേരൻസ് ആണെങ്കിലും ലൈക്ക് സോ മെനി തിങ്സ് ഹാവ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്, റൈറ്റ്? സോ അതൊക്കെ ആൻഡ് എസ്പെഷ്യലി സ്കൂളിലും കോളേജിലും ആ സമയത്താണ് ഞാൻ പഠിച്ചത് ഒരു ഗേൾസ് സ്കൂളിലായിരുന്നു, പിന്നെ ദുബായിൽ.
അങ്ങനെ നാട്ടിൽ വന്നപ്പോഴാണ് കോയറ്റ് സ്കൂളൊക്കെ വന്നത്. സോ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ഫോർ മീ ടു ബോയ്സിൻ്റെ കൂടെ ആൻഡ് ദ ഹോൾ ഐഡിയ ഓഫ് ദം കമൻറ്റിങ് ഓൺ അസ്, ഈ ക്യാറ്റ് കോളിങ്ങും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ഭയങ്കര വിഷമമൊക്കെ വരുമായിരുന്നു. പിന്നെ അത് നമ്മൾ മൈൻഡ് ചെയ്താലല്ലേ നമുക്കത് നമ്മളതിൽ ഇതാവത്തുള്ളൂ. മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താ, നമ്മളത് തിരിച്ച് എടാ പോടാ എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ അടുത്ത് പറയാനായിട്ട് ഇതുണ്ടാവും. മൈൻഡ് ചെയ്യാതെ പോയാലോ അവന് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവന് പോകും. കൂടുതൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് അവർ അറ്റൻഷന് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അതെ അതെ അതെ, അത് കൂടുതലും ഫേക്ക് ഐഡിയയും കൂടി ആയിരിക്കും. എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. എല്ലാവർക്കും ചിലർക്ക് ഇപ്പൊ സൈബർ ബുള്ളിങ് കാരണം ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്. There are so many people who have അവര് see അതാണ് that is അവിടെയാണ് where it is sad, where it becomes a criminal activity. അതൊരു ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് they should be serious. ഇപ്പം അതും ഏറ്റവും വിഷമം വരുന്ന ചെറിയ കുട്ടികളെ, അത് 12-year-old 13-year-old kids. ഇപ്പം ന്യൂസിൽ നോക്കിയാൽ തന്നെ there are several kids, boys, girls എല്ലാം who are being victimized. അതിന് എന്താണ് who's going to take responsibility of that? Parents there should be some sort of an alert going to the parents. ഈ ചാറ്റ് GPT-യിലൊക്കെ ഡിപ്രഷനിലുള്ള കുട്ടികളൊക്കെ, ദാറ്റ്സ് വൈ ഇറ്റ്സ് ഗെറ്റിംഗ് ക്രേസി. ഇപ്പോൾ ദ വേൾഡ് ഇസ് വേറൊരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. AI-യിൽ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ഈയിടെ ഞാൻ വായിച്ചതാ, AI-യിൽ ദറ്റ് ചൈൽഡ് വാസ് ഡിപ്രസ്ഡ്. പക്ഷേ ഇങ്ങനെ ഓരോന്നിങ്ങനെ അതിങ്ങനെ ചോദിക്കുകയാണ്, ഡു യു വോണ്ട്, ഹാവ് യു തോട്ട് അബൌട്ട് ഇറ്റ്, എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്, അത് തോട്ട് കൊടുത്തിട്ട് ദാറ്റ് ചൈൽഡ് കമ്മിറ്റഡ് സൂയിസൈഡ് ആഫ്റ്റർ ദാറ്റ്. സോ ആ ഒരു ഇത് അമേരിക്കയിൽ ഒരു ആപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് where they should people have to take it seriously. It's going in a very dangerous direction. നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ where social media and all these നമ്മൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കും തോറും, so there should be some sort of a control. പക്ഷേ coming back to our movie, ഇതൊരു ചെറിയ വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇതൊരു ഗ്രാമപ്രദേശത്തിൽ, ഐ മീൻ ലൈക്ക് എന്ന ഏർബൻ ഏരിയയിൽ ഒരു നടക്കുന്ന ഒരു സ്ത്രീക്ക് ഷീസ് ബീങ് ടാർഗറ്റഡ്. പിന്നെ അവരെ എന്ന് വെച്ചാൽ അവർ ഓഫീസിൽ പോകുന്ന ആൾക്കാർ അവരൊക്കെ കാണുന്നു, ഫീൽ ചെയ്യുന്നു. ഇനീഷ്യലി ഷീസ് അപ്സെറ്റ്. പക്ഷേ അതിനെ ഏറ്റവും കൂടുതൽ അപ്സെറ്റ് ആവുന്നത് ലൈക്ക് വെൻ യുവർ ഫാമിലി മെമ്പേഴ്സ് ഓൾസോ, അവർ നമ്മളെ ഇതിൽ കാണുമ്പോഴാണ് അവർ അഫക്റ്റ് ആവുമ്പോൾ എന്ത് തോന്നും, ആ ഒരു ഇതാണ് യൂഷ്വലി ആൾക്കാർക്ക് ആ ഒരു ഷെയിം. അത് ഓൺലി പീപ്പിൾ they should come together and ഇതൊക്കെ അതൊരു വലിയ കാര്യമല്ല. എല്ലാവരും ഒരു സമൂഹത്തിൽ they should understand that അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരാൾ ഇൻ കേസ് ഇഫ് യു നോ എനിവൺ ഹു ഈസ് ബീങ് വിക്ടിമൈസ്ഡ് ലൈക്ക് ദാറ്റ്. തീർച്ചയാണ് എല്ലാവരും കൂടെ ഒന്ന് ഇത് എന്നാ വെച്ചാൽ ഈ സിനിമയിൽ വന്നപ്പോൾ, ഈ സിനിമയെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ സത്യസന്ധമായ രീതിക്കാണ് ഈ സിനിമയുടെ ഒരു യാത്ര എന്ന് എനിക്ക് മനസ്സിലാവുന്നു. നമുക്കിത് മനസ്സിലാക്കിയെടുക്കണം. പ്രേക്ഷകർ ഇതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഇതിന് പെട്ടുപോയ ഒത്തിരി സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. സ്ത്രീകളോടൊപ്പം തന്നെ പുരുഷന്മാരും ഇങ്ങനെ ഇങ്ങനത്തെ കേസുകൾ പെട്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു നല്ല മെസ്സേജും കൂടെ ഉള്ള ഒരു സിനിമയാണ് ഐഡിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോൾ എന്ന് വെച്ചാൽ ഞാനിതിനെ വളരെ പേഴ്സണലായിട്ട് എടുക്കും. ഈ സിനിമയിൽ വളരെ പേഴ്സണലായിട്ട് എടുക്കും. ദിവ്യ ഒരു പോയിന്റിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഇത് നമുക്കിത് തുടക്കത്തിൽ ഇത് വളരെ ഷെയിം, അപമാനം അല്ലെങ്കിൽ നാണക്കേട് എന്നാണല്ലോ നമുക്ക് ഏറ്റവും ഇതുണ്ടാവുന്നത്. അഭിമാനം, നാണക്കേട് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ആൾക്കാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ, ഇത് നമ്മൾ അറിയുന്നുണ്ടോ? ഈ നാണക്കേടെന്നുണ്ടാവുന്ന, ഈ നേരത്തെ പറഞ്ഞ ഷെയിമെന്നുണ്ടാവുന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ആ ഒരു പോയിന്റ് ചിലപ്പം ആത്മഹത്യ വരെ ചെയ്താലോ എന്നൊക്കെ തോന്നിപ്പോവും. അതൊന്ന് ഓവർകം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര ഒന്ന് സ്ട്രോങ് ആയി നമ്മൾ തീരുമാനം എടുക്കും. ഇതിനൊക്കെ എന്തിനാ, ഇതല്ലല്ലോ നമ്മുടെ ജീവിതം. ഇത് ഇങ്ങനൊരു സാധനം വന്നുകൊണ്ടോ, ഒരാൾ നമ്മുടെ സൈബറിൽ അല്ലെങ്കിൽ ഇങ്ങനെ ബുള്ളി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടോ ഇത് റിയൽ അല്ല എന്ന്. അപ്പം ദിവ്യ, ഞാനൊരു പോയിന്റിൽ ഞാൻ വളരെ വൾണറബിൾ ആവുകയും ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയാണെന്ന് അറിയുന്ന സമയത്ത് ദിവ്യ എന്നോട് പറയുന്ന സാധനമാണ്, നമുക്കറിയാലോ ഇത് നമ്മളല്ല, പിന്നെ എന്തിനാ ഇതിൻ്റെ പുറകെ. പക്ഷേ പുറത്ത് വരാൻ പറ്റാത്തത് എനിക്കാണ്. ഇതിൽ നിന്ന് അതിൻ്റെ ഹാങ് ഓവർ ഉണ്ടായത് എനിക്കാണ്. അപ്പോൾ അവസാനം വരെ എനിക്കതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ എഫക്റ്റഡ് ആയത് ശരിക്കും ദിവ്യനേക്കാൾ എഫക്റ്റഡ് ആയത് ഈ സിനിമയിൽ ഞാനാണ്.
ഓക്കെ, ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ദിവ്യ ഒരു കാരണം അത്തരത്തിൽ മൈൻഡ് സെറ്റ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഈ സിനിമയിൽ ഈ ക്യാരക്ടർ എടുത്ത പോലെ തീരുമാനം എടുത്തിട്ട് എല്ലാവർക്കും പറ്റണമെന്നില്ല. ചിലർ ഭയങ്കര മെന്റലി ഭയങ്കര വീക്കായിരിക്കും. അവർക്ക് അങ്ങനെ ഒരു ഘട്ടത്തിൽ ചിലപ്പം ഒന്നും എന്താ പറയണ്ടേ, ഒരു കടുങ്കൈ അങ്ങ് ഇതല്ലെങ്കിൽ ഇതോടെ അങ്ങ് ജീവിതം അവസാനിപ്പിച്ചേക്കാൻ തോന്നും. ഒരു സെക്കൻഡ് മതി. അപ്പൊ ആ ഒരു സാധനം അങ്ങ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കായിക്കോട്ടെ, അതായത് ഇതിനൊന്നും ഒരു കൃത്യമായിട്ട് സോഷ്യൽ മീഡിയനെ എങ്ങനെ യൂസ് ചെയ്യണം ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു കൃത്യമായിട്ടുള്ള ട്യൂട്ടോറിയലോ അല്ലെങ്കിൽ ഒരു ഇതോ അവയർനെസ് ഒന്നും കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. ഇപ്പം നമ്മളൊരു കാലത്ത് പറയും ചെറിയ കുട്ടികൾക്ക് ഇപ്പം ഗുഡ് ടച്ച് ബാഡ് ടച്ച് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്ന പോലെ തന്നെ അതോടൊപ്പം തന്നെ ഇന്ന് കുട്ടികൾക്ക് കൃത്യമായിട്ട് ഈ ഫോൺ യൂസേജിനെയും സ്ക്രീൻ ടൈം യൂസേജിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ്സും ഇതിൽ കാണുന്ന നിങ്ങൾ കാണിച്ച ഇതൊക്കെ വേറൊരു ലോകമാണെന്നുള്ളതും, അല്ലെങ്കിൽ ഇതിൽ വരാൻ പോകുന്ന നിങ്ങൾ പലതരത്തിലെ ആൾക്കാരെ കണ്ടുമുട്ടുന്നുള്ളതും. കാരണം ഒരു ചെറിയ വീട്ടിൽ നമ്മൾ വളരെ ലാളിച്ചും ഇതാക്കിയിട്ടുള്ള കുട്ടിയായിരിക്കും. ആ കുട്ടീനെ പെട്ടെന്ന് ഒരു സാധനം ഒരാൾ ചെറിയ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക്, ഒരു നോവ് അല്ലെങ്കിൽ കുത്തുവാക്ക് പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു റീൽ ഇട്ടു, ഒരു സാധനം ഇട്ടു, നല്ല കമൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സാധനത്തിനകത്ത് മോശം എന്തെങ്കിലും ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ല. കാരണം ഈ ലോകത്തായിപ്പോയി ഇവരുടെ ലൈഫ് ഇതിനകത്തായിപ്പോയി. ഇവരുടെ ലൈഫ് ഈ പറയുന്ന കമൻസും ലൈക്സും മാത്രം ചിന്തിച്ച് അതാണ് ഇവരുടെ ലൈഫിൻ്റെ ഭാഗമായി മാറി. ഇത് മാത്രം ആലോചിച്ച് അതിലൊരാൾ മോശം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് വീണു പോവുകയും അതിൻ്റെ പേരിൽ നമ്മളിത് ജീവിതം അവസാനിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യണം പറയണം. നമ്മളൊന്നും ഇന്ന് ജീവനോട് ഇരിക്കുന്ന ആൾക്കാരല്ല അല്ലേ? സ്വാഭാവികം നമ്മൾ അറിയാലോ. കാരണം വെച്ചാൽ നമ്മളത് ഒരു പോയിന്റ് വരെ ഇപ്പം നമ്മളെ പറ്റി ആയിക്കോട്ടെ, നമ്മൾ ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരെ നമ്മളിതിനെ പേഴ്സണലായിട്ട് എടുക്കുന്നില്ല. നേരത്തെ ദിവ്യ പറഞ്ഞ പോലെ ഞാൻ എന്നെ പറ്റി വായിക്കുന്ന കമൻറ്റുകളൊക്കെ ഞാൻ വളരെയധികം ഒന്നുകിൽ നോക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക, ദിവ്യ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുക. ഞാൻ ഇതിനെ ആസ്വദിക്കുന്ന ഒരാളാണ്. എന്നെ പറ്റി കുറ്റം പറയുന്നവരായിക്കോട്ടെ, ആ കുറ്റം പറയുന്നവരെ പറ്റി വരെ അവരുമായിട്ട് വരെ ഒരു സൗഹൃദം ഉണ്ടാക്കിയ ആളാണ് ഞാൻ. ഓക്കെ, മനസ്സിലായില്ലേ? കാരണം നമുക്ക് ഇവരോട് അത് ചീത്ത വിളിക്കുന്ന, നേരത്തെ പറഞ്ഞ ഇതിൽ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന വിഷയം വേറെയാണ്. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ ഇത് സ്വാപ്പ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നതൊക്കെ അത് കുറച്ചുകൂടെ എന്താ പറയണ്ടേ, വലിയ ക്രിമിനൽ ആക്ടിവിറ്റി, ഒഫൻസ് ആണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ഒരു കമൻറ്റോ ഒരു ചീത്ത വിളിയോ അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യുന്ന സാധനമൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ ഇവനൊക്കെ നമ്മളതിനെ ഇഗ്നോർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ. പക്ഷെ അതിന്റെ പേരിൽ പോലും ആത്മഹത്യ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു കമന്റിന്റെ പുറത്തു പോലും. അത്തരത്തിലുള്ള ആൾക്കാർ ശരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർക്ക് ശരിക്കും ഒരു ട്യൂട്ടോറിയലോ എന്തെങ്കിലും ഒരു സാധനം ഇതിന്റെ യൂസേജിന് മുന്നേ കൊടുക്കേണ്ടത് ഇന്നത്തെ അതറിയാവുന്ന ആൾക്ക് മസ്റ്റായിട്ട് നമ്മൾ ഇതില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഇതായിട്ട് തോന്നുന്നില്ല എനിക്ക് ഒരിക്കലും. ഇൻസ്റ്റ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ, നമ്മളെല്ലാ തരത്തിലുള്ള നമ്മൾ എക്സ്പോസ്ഡ് ആണ് കംപ്ലീറ്റ്ലി. നമ്മളൊരു കണ്ടന്റ് പുറത്തോട്ട് വിടുന്ന സമയത്ത് നമ്മൾ എത്തരത്തിലുള്ള കമന്റും ഇതും പ്രതീക്ഷിച്ച് വേണം വിടാൻ. അതിൽ കുറച്ച് പേര് നമ്മളെ ചീത്ത വിളിക്കും, തെറി വിളിക്കും. കുറച്ച് നമ്മളപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നല്ലത് പറയുന്ന ഒരു 100 പേരുണ്ടെങ്കിലും ഒറ്റ ഒരുത്തൻ മോശം പറഞ്ഞിട്ടുണ്ട് അതിന്റെ മോശം മാത്രമേ നമ്മളെ ശ്രദ്ധിക്കുള്ളൂ, ചിന്തിക്കുന്നില്ല. അപ്പം നമ്മളെ ഇഷ്ടമുള്ള 100 ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമുള്ള നമ്മളെ നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ നശിച്ചു പോകണമെന്ന് ഒരുത്തം പറയുകയാണെങ്കിൽ അവനോടുള്ള ദേഷ്യവും അവനോടുള്ള ഇതും കൊണ്ട് നമ്മൾ ക്യാരി ചെയ്തിട്ട് എന്ത് കിട്ടാൻ? നമ്മുടെ ഒരു ദിവസം മോശമാവുന്നല്ലാതെ നമ്മുടെ എന്താ പറയണ്ട നമ്മളെ അന്നത്തെ ദിവസം നശിച്ചു പോകുന്നല്ലാണ്ട് ഒരു ഗുണമില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക, അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക. ഇവരൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഒരിക്കലും അല്ല. തീർച്ചയായിട്ടും അതെ. ഏറിപ്പോയിട്ട് താഴെ ഇറങ്ങിയ ആളാണല്ലോ, കുറേ നാൾ മുമ്പ് ശരിക്കും ഏറിപ്പോയതല്ലോ. കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് സ്വാഭാവികം നമ്മള് അല്ലേ, അതെ അതൊക്കെ സ്വാഭാവികമാണല്ലോ. അല്ല അത്രയില്ല, ബഹിരാകാശത്ത് താഴെ ഇറങ്ങിയിട്ട ഒരു കുന്നിനും താഴോട്ട് വരുമ്പോൾ അടുത്ത പറന്നു പോവാ. അത്രയില്ല, ഒരു പ്രാവശ്യം ഇതിന്റെ പേര് അതിന് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് 1-2 സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് വലിയ ഗുണം ഉണ്ടായിട്ടില്ല ആ വിളി കൊണ്ട്. പക്ഷെ ഈ വിളി കൊണ്ട് ഈ സംസാരം കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിലും തമ്മി ഭേദം തൊമ്മനെന്നുള്ള പോലെ അതിലും എത്രയോ ഭേദം ഞാനെന്നുള്ള ഒരു ആശ്വാസം വിളിച്ചതാ. അല്ല ഞാനത് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ എന്നെ വീട്ടിൽ ഇരിക്കേണ്ടി വരും ഞാൻ ചോദിച്ചിട്ടുണ്ടായാലോ അത്. അല്ല അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്.
ഏതാണ്ട് ഓർക്കുന്നില്ല. തമ്മിൽ പേരും തൊമ്മൻ. തൊമ്മൻ. അതിലും അത് വെച്ച് ഒരു അമ്മക്ക് എപ്പോഴും നമ്മളെക്കാട്ടിലും വിളിക്കും, നമുക്കൊരു ആശ്വാസമല്ലേ, അതിന് വിളിച്ചത്. ഇതൊന്നും എനിക്ക് ഉപദേശം, ഇതിനേക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എയറിൽ നിന്ന ആളെ വിളിച്ചിട്ട് പറയുമ്പോ ഒരാശ്വാസം നമ്മളെ. ധ്യാൻകുട്ടൻ തന്നെയാണെന്ന് പറയണം. അതെ, വലിയൊരു മറുപടി ആയി മറുപടി ആയിപ്പോയത്. ഞാൻ ഇത് ചോദിക്കണ്ടായിരുന്നു എനിക്കിപ്പോ തോന്നുന്നു. എങ്ങനെയാണ് നേരെയല്ല ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ ഇതെന്ന് വെച്ചാൽ നമുക്ക് കമ്പയർ ചെയ്ത് നമുക്ക് ആശ്വാസം കണ്ടു. തമ്മിൽ ഭേദം തോന്നിട്ട് എന്നെക്കാളും നശിച്ചിരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, കുഴപ്പമില്ല, സമാധാനം, അവനുണ്ടല്ലോ. ആ രീതിക്കാണല്ലോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം, ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കാം. ഇതിലെങ്ങനെയാ അമ്മയും മോനും തന്നെ അയലോക്കം അവിടെ ഉണ്ട്. അയലോക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൻപുറത്തൊക്കെ പറയാം അയലോക്കം, നെയ്ബർ. ഞാൻ ബർഗറും പിസയും നല്ല ഉണ്ടാക്കിയ പുട്ടും പഴവും മെയിൻ. അപ്പൊ ഫ്ലാറ്റിൽ അർബൻ നഗരത്തിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന അയലോക്കം എന്ന് പറയാം. അങ്ങനെയുണ്ട്. അടുക്കള തന്നെ, അതിൽ കൂടുതൽ ഒന്നും ആയിട്ടില്ല. അതൊക്കെ ഞങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അടുക്കള തന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, അടുക്കളയിലുള്ള ഇതിന്ന് മാറി. ജഡ്ജി അങ്ങനെ ഉണ്ടായിരുന്നു. ജഡ്ജി പ്രൊമോഷൻ കിട്ടിയാട്ടോ. അതൊന്ന് ചോദിച്ചപ്പോ അതിനകത്ത് അവനൊക്കെ എന്ത് ഇടിയാ മീഡിയക്കാർക്ക് വേണ്ടി ഐഡിയുടെ പ്രൊമോഷൻ. ഡി ഉണ്ടെന്ന് അല്ല, മാത്രമല്ല, ജഡ്ജി ആയതിനെ കുറിച്ച് പറഞ്ഞതാ. സിനിമയിലുള്ള ഒരാളെ കുറിച്ച് പറയാലോ, അത് വേണമെങ്കിൽ പറയാം. പ്രൊമോഷൻ പറഞ്ഞതാ. അതല്ലേ പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞു. ഇതിനകത്ത് അത് തന്നെ അടുക്കള തന്നെ. ചോറും കറിയും മതി, ഇന്ന് പുട്ടും പഴവും അങ്ങനെയല്ലേ. ഇന്നും പുട്ടും പഴവും, അതാണ് ഷാജു ചേട്ടന്റെ ഡയലോഗ് ഉണ്ട്. എന്നും പുട്ടും പഴവും. വീണ്ടും പുട്ടും. പക്ഷെ ധ്യാനുമായിട്ടുള്ള നിങ്ങളുടെ ഒരു കോംബോ വലിയ വർക്കിംഗ് ആണ്. ജീവിതത്തില് സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ. സിനിമയിൽ നമ്മൾ അങ്ങനെ വലിയ കോംബോ വന്നിട്ടില്ല. ഇല്ല, ജീവിതത്തിലെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ സിനിമയിലേക്കും കൂടെ ഭയങ്കര ഏറ്റവും വലിയ ഡ്രീമിലൊന്നാണല്ലോ ഞങ്ങൾ നമ്മളൊരു കോംബോ. പൊളിക്കും, ഞങ്ങളുടെ ഏറ്റവും വലിയ ഹിറ്റ് ആയിരിക്കും അത്. ഓവർ കോൺഫിഡൻസ് ആണ്. അത് കോൺഫിഡൻസ് അല്ല, എന്റെ ഒരു അഹങ്കാരമാണ്. അതെ. അല്ലേ? ഈ ഞാൻ്റെ കുറെ ഇന്റർവ്യൂസ് കാണുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും പറയല്ലേ എന്ന് പറഞ്ഞില്ല, ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോ എന്താണ് തോന്നാറുള്ളത്? ആദ്യം പോയി കമന്റ് നോക്കുന്നത്, ദൈവമേ ആരെയും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ടെൻഷൻ ഉണ്ട്, അടുത്തെന്താവും എന്നുണ്ട്. കുഴപ്പമില്ല, സത്യസന്ധമായിട്ട് നമ്മളെ പറ്റി നമ്മൾ പറഞ്ഞാൽ അതിനപ്പുറം വേറൊരാൾക്കൊന്നും പറയാനില്ല. ധ്യാൻ എന്താണെന്ന് ധ്യാൻ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ധ്യാനോട്ടനെ പറ്റി ധ്യാനോട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഞാൻ എന്നെ പറ്റി പറയുന്നു, അത്രേ ഉള്ളൂ. വേറൊരാൾക്ക് നമ്മളെ പറ്റി പറയാൻ നമ്മൾ അവസരം കൊടുക്കാതിരിക്കുക. അതിന് ധ്യാനോട്ടം കൊടുക്കുന്നില്ല, എന്നാലും പറയുന്നുണ്ട്. പറയട്ടെ. പക്ഷെ ധ്യാനോട്ടൻ ഓൾറെഡി എവിടെയെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടാവും. ആരും അവൻ അങ്ങനെ പറയുന്നോണേ വേറെ പറയാൻ ഒരാൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അതാണ് ഹീറോയിസം. എന്തൊരു ഫാനാണല്ലേ. ഞാൻ നമ്മള് കാണുന്നത് ഫസ്റ്റ് നമ്മൾ കാണുന്ന എപ്പോഴാണ്, തിരയുടെ ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം അത് കഴിഞ്ഞ് എടത്തുവായിൽ ഇവിടെ പോയത് ഓർമ്മയുണ്ടോ, ഒരു കോളേജില്. ഇതൊക്കെ പുറത്തുനിന്ന് പറഞ്ഞാൽ പോലെ കോളേജിൽ ആദ്യമായിട്ട് ഇത് പോയപ്പോ അത് പറയുന്നില്ല, ഞാൻ പുറത്ത് പറഞ്ഞു. കൊച്ചു പറയണ്ട പുറത്ത്, പിന്നെ ഇല്ല അപ്പുറത്തേക്കില്ല. ഞാനിട്ടാന്ന് വിളിക്കാൻ രണ്ടുപേർക്ക് അവകാശമുള്ളൂ, രണ്ടമ്മമാർക്ക്. അതെപ്പോഴും പറയും. എനിക്കൊന്ന് ദുബായിൽ ഞാൻ ഒരു ധ്യാന്റെ പരിപാടിക്ക് പോയപ്പം അവിടെ നിന്ന് ഒരാള് ചോദിച്ചത് ധ്യാനുട്ടാന്ന് വിളിക്കുന്ന ചേച്ചിയെ കുറിച്ച് ചോദിച്ചു. ഇല്ലേ, പറഞ്ഞല്ലേ? അവിടെ വേറെ സംസാരമാണ്. അത് വേറെന്തോ ഉണ്ടല്ലോ, എന്തോ ഉണ്ട് പറയാവുന്ന. ഒരേപോലെ തലയാട്ടിയായിട്ടാണ്. അപ്പൊ ഇതില് അയൽവക്കമാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ അയൽവാസിയുടെ സ്വഭാവവും ഇവരുടെ സ്വഭാവവും? ഇങ്ങനൊന്നുമില്ല, അത് ആക്ഷൻ പറയുമ്പോ ഉള്ള ഒരു ഇതല്ലേ ഉള്ളു, അത് അതിലെ കഴിയില്ല. കട്ട് പറയുമ്പോ ഞങ്ങള് തന്നെ. കട്ട് പറഞ്ഞാൽ അതുപോലെ ഇരിക്കണോ? അല്ല, ഈ സിനിമയിലെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, വലുതായിട്ട് അങ്ങനെ ഇല്ലല്ലോടാ, ഇല്ല. വിളിച്ചോണ്ട് പോവാ, പുട്ടും പഴവും കൊടുക്കുക. ഷാജാൻ ചേട്ടൻ ഇതിലെ സുപ്രധാന കഥാപാത്രം. ഷാജാന്റെ വൈഫായിട്ടാണ് സ്പിൻ ചേച്ചി. അപ്പൊ നമ്മളെ അയൽവക്കം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അപ്പുറത്ത് കണ്ട് സംസാരിച്ചാലേ പറ്റൂ. അത്രേ ഉള്ളൂ, സംസാരിച്ചേ പറ്റൂ. അതുകൊണ്ട് നിർബന്ധമായിട്ട് സംസാരിച്ചാണ്. അത്രേ ഉള്ളൂ. അതായത് സിനിമയിൽ അത് കഴിയുമ്പോ ഞങ്ങള് വർത്താനം പറയും. പിന്നെ സെറ്റിൽ പിന്നെ വർത്താനം പറയണ്ടേ? അല്ലേ? ധ്യാൻ ഉണ്ടാവുന്ന സെറ്റിൽ എങ്ങനെയാണ്?
ധ്യാൻ ഉണ്ടാവുന്ന സെറ്റ് രണ്ടുപേരും ധ്യാൻ ഉണ്ടാവുന്ന ഒരു സെറ്റിൽ എങ്ങനെയാണ്? ഞാൻ ധ്യാനത്തിനെ പറ്റി പറഞ്ഞതിൻ്റെ 24 അവർ കട്ട് ചെയ്ത് എഴുതി ടൈപ്പ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ട് ഭയങ്കര ഇതാക്കി വിട്ടേക്കുവാ. ആസ്വദിക്കുന്നുണ്ടല്ലേ? അല്ല, എനിക്ക് ഓരോരുത്തർ അയച്ചു തരുവാ ക്യാരവാനകത്ത് ഇരിക്കും എല്ലാരും. അപ്പൊ ബിബിൻ ആദ്യം എന്നെ വിളിച്ചിട്ട് അതെന്നാ സ്മിനുവപ്പാ ഞങ്ങളൊക്കെ എന്നാ ക്യാരവാനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്, ഓരോരുത്തരും വിളി തുടങ്ങി. പറഞ്ഞ അതല്ലടാ മുത്തേ, ധ്യാനോട്ടൻ എന്ന് പറയുമ്പോ അതൊരു വേറെ ഇത് അതന്നെ ഞങ്ങളെന്നാ അതല്ല നിന്നെപ്പോഴും എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടേ. അല്ല ധ്യാനോട്ടൻ കുറച്ചാല് അല്ല മറ്റാ എന്നെ പറയിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല ജോർജ്. അല്ല ഞാൻ ചോദിച്ച ധ്യാനുള്ള ലൊക്കേഷനിൽ വേറെ വൈബ് കിട്ടാറുണ്ടല്ലോ, അങ്ങനെ എന്താണ്? വെരി ഫ്രണ്ട്ലി. ഒരു എനിക്ക് വളരെ ചുരുക്കം കോസ്റ്റാർസ് ആ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. ലൈക്ക് സിനിമയിൽ തന്നെ ആൻഡ് ഐ കൺസിഡർ ഹിം ആസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. അപ്പം ഇപ്പം ഞാൻ നേരത്തെ വേറൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നു, ലൈക്ക് നമ്മളിപ്പോൾ എപ്പോഴും കാണുമ്പോഴും നമ്മൾ എവിടെയാണോ നിർത്തിയത് വി ജസ്റ്റ് സ്റ്റാർട്ട് ഓഫ് ഫ്രം ദെയർ. ലൈക്ക് എവിടെയാണോ നിർത്തിയത് വീണ്ടും തുടങ്ങുമ്പോൾ ആ ഒരു സഭാകമ്പം ഒന്നും ഒരിക്കലും ഇല്ല. നമ്മൾ ചിലപ്പോൾ കുറേ ദിവസങ്ങളോളം മാസങ്ങളോളം സംസാരിക്കുന്നിട്ടും നമ്മൾ വീണ്ടും കാണുമ്പോൾ നമ്മൾ തമ്മിലുള്ള പോലെ തന്നെ നമ്മൾ തമ്മിലുള്ള പോലെ. അതെ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ലൈക്ക് ഹീസ് ലൈക്ക് അങ്ങനെയാണ് സെറ്റില്. എല്ലാവരും പറയണ ഒരു കാര്യമാണ് ഹീസ് വെരി ഫ്രണ്ട്ലി. അപ്പോൾ ഹി ഹാസ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്, എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് എവറി വൺ. എല്ലാവരുടെയും കൂടെ ഒരു നല്ല സൗഹൃദം ആൻഡ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ് യു മെയിൻറ്റെയിൻ. ഓക്കേടാ മതിയാണ് ഇനിയും അത് ഉള്ളതാണ്, അതില്ല നമ്മൾ ആരും പറയില്ല. അതെ, അത്രേ ഉള്ളൂ. ആ സെറ്റിലും അങ്ങനെ ലാഭത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ. ഒരിക്കലും നമ്മൾ കഴിക്കും. ലൈക്ക് നമ്മൾ ഓർഡർ ചെയ്തൊക്കെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കും. പ്രിയനാണല്ലോ, കൂടെ ഇരുന്ന് കൊടുത്താൽ പിന്നെ ഇവൻ പറഞ്ഞിട്ടുണ്ട് ഇവൻ നല്ലതായിട്ട് കുക്ക് ചെയ്തു, പക്ഷെ ഇതുവരെ കുക്ക് ചെയ്ത് തന്നിട്ടൊന്നുമില്ല. എനിക്ക് ഇവിടെ സിനിമ അതെ, പക്ഷെ ഇരുന്ന് അതിനെപ്പറ്റി സംസാരിക്കും. ഞാൻ നല്ലപോലെ കുക്ക് ചെയ്യാം, ബിരിയാണി നല്ലതാക്കും, ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒന്നും കിട്ടൂല. ഞാൻ ശരിക്കും ഞാൻ നന്നായി 10 ദിവസം നന്നായി ഭക്ഷണം ഉണ്ടാക്കും. പക്ഷെ കേട്ടിട്ടേ ഉള്ളൂ. ഇല്ല അങ്ങനെ കുക്ക് ചെയ്യോ? ചേച്ചി പറയണ്ട, അത് വേറൊരാള്. ഞാൻ നന്നായി ബിരിയാണി ഉണ്ടാക്കും. അല്ല കുക്ക് ചെയ്യല്ലേ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. ഏറ്റവും നന്നായി ബിരിയാണി ഉണ്ടാക്കും. ബിരിയാണി നിങ്ങൾ കേരളത്തിൽ കഴിച്ച ഏറ്റവും നല്ല ബിരിയാണി ഇനി ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി തരാം. ഏറ്റവും നല്ല ബിരിയാണി എന്റെ ബിരിയാണി. അത്ര കോൺഫിഡൻസ് നേരത്തെ പറഞ്ഞു. Yours is Kerala's best biryani. Yes. And the world's best biryani. അത് അവള് പറയുന്നത്. സത്യമായിട്ടും ഇത് അന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. അവനോട് പറഞ്ഞു എന്റെ വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഞാൻ ഉണ്ടാക്കി. ഞാൻ കേരളത്തിലെ പണിയെല്ലാം ഞാൻ ചെയ്തു കുക്ക് ചെയ്തു. വേറൊരു കാര്യം അറിയണോ, സ്മിനി ചേച്ചി എങ്ങനെയാണെന്നറിയോ? ഞാൻ എത്ര ചേച്ചി ആ കോട്ടയം സൈഡാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി നല്ല ചുമന്ന മീൻകറിയും കപ്പയും അല്ലെങ്കിൽ ചക്കപ്പുഴുക്കും എനിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു ചേച്ചി, നല്ല ഇതൊക്കെ. അപ്പൊ മോളെ ഞാൻ നന്നായിട്ട് ഉണ്ടാക്കി തരാം, ഞാൻ എപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി. സ്മിനി ചേച്ചി വന്നുകൊണ്ട് 2 വർഷമായി. മോനുണ്ട്, അവനുണ്ട്. പിന്നെ വീട്ടിലല്ലേ അല്ലാതെ വെച്ചിട്ടുണ്ട്. ഇവര് എവിടെ തെലുങ്കിലൊക്കെ അഭിനയിക്കാൻ അവിടെ ഞാൻ കൊണ്ടുവരാൻ പറ്റുമോ? അമ്മയുടെ വേഷം വെക്കാൻ ഇടയ്ക്ക് വിളിക്കുമ്പോ ഞാൻ ചോദിക്കും സ്മിനി ചേച്ചി എന്തിയേ എന്റെ ചക്കപ്പുഴുക്ക് കൊണ്ടുവരാം. അതെ, ചക്ക സീസൺ ഉണ്ടോ കേരളത്തിൽ? ചക്ക സീസൺ ആണ്. ചക്ക ഉണ്ടാവാത്ത കാലത്ത് ഉണ്ടാക്കുന്നതിന് സീസൺ ഉണ്ടോ? ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. കപ്പ മതി. കപ്പയ്ക്ക് സീസൺ ഡേറ്റ് പറഞ്ഞു. ഡേറ്റ് കൊണ്ടുതരാം. 25-ാം തീയതി. ഇന്ന് 11-ാം തീയതി 11 മണിക്ക് ഹൈദരാബാദ് പോവാം. ഞാൻ പുറകെ കപ്പയും 25-ാം തീയതി മതി. 25-ാം തീയതി നമ്മുടെ ടീം വരുന്നത്. അന്ന് ഹൈദരാബാദ് പോരുത്. അന്ന് വേറെ ഡേറ്റ് അപ്പോഴൊക്കെ തെലുങ്ക് പടം വിളിച്ചിട്ട് ചിലപ്പോ വന്നാൽ അവിടെ കൊണ്ടുവന്നുണ്ടാക്കാൻ പറഞ്ഞാലേ ഞാൻ അന്നേരം 25-ാം തീയതി കേരളത്തിലുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളെക്കാളൊക്കെ തിരക്കുള്ള ഇപ്പോൾ ഇറങ്ങിയ എല്ലാ പടത്തിലുണ്ട്. അറിയാമോ? ഈ ജോലി ചെയ്യുന്ന എന്തായാലും അടുക്കളയിലായിരിക്കുമല്ലോ റോള്, അവിടെ തന്നെ ഇപ്പോഴും ഈ തിരക്കിന്റെ ഇടയിലും എന്റെ വീട്ടിലും മുളക് പൊടി മുളക് മേടിച്ച് കഴുകി വാരി ഉണക്കി പൊടിച്ചെടുക്കുന്നേ.
എന്നാ കാപ്പിക്കുരു കാപ്പിപ്പൊടി പിന്നെ മസാലക്കൂട്ട് എൻ്റെ വീട്ടിലെ നമുക്ക് പഞ്ചസാര എല്ലാ പഞ്ചസാര ഞാൻ ഉണ്ടാക്കി ആരുടെ കരിമ്പി ഉണ്ടാക്കി തരണം അങ്ങനെയുള്ള എല്ലാം ഉള്ള സമയത്ത് അല്ല ആ ചേച്ചിയാണോ അരി എല്ലാം വീട്ടിൽ അല്ല എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ഇതായിട്ട് ചെയ്യുന്നത്. സ്വിഗ്ഗിയില് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും പൊടിച്ചു വെച്ച് സുഖമില്ല ഫുഡ് ഓർഡർ ചെയ്യുവാടാ ചാക്കോച്ച ഇല്ല ചാക്കോച്ചൻ മേടിച്ചിട്ട് വീട്ടിൽ ചാക്കോച്ചൻ വിളിച്ചിട്ട് കാര്യമുണ്ടോ? അവൻ എവിടെയും പോയാൽ തന്നെ 2 ദിവസം വരുമ്പോ ആദ്യമേ വിളിച്ചു പറയും അമ്മ മീൻകറി ഉണ്ടാക്കി വെച്ചോളെ. 2 ദിവസം മുന്നേ പറയും, എന്നാലേ എപ്പോഴെങ്കിലും ഉണ്ടാക്കുള്ളൂ. ഉണ്ടാക്കി വെച്ചാലേ അവൻ വരുമ്പോ വൈകിട്ട് ഉണ്ടാക്കി വെച്ചാലേ പിറ്റേ ദിവസം വീട്ടിലെത്തും. നമ്മളെ ഉണ്ടാക്കി വെക്കുള്ളൂ. പക്ഷെ ഇതിന് ഇനി മാറ്റമില്ല, 25-ാം തീയതി. അതെ, ചുവന്ന മീൻകറി. എഴുതിക്കോ. ഇത് കപ്പയുടെ സീസൺ, ചക്കയുടെ സീസൺ. കാറ്ററിംഗ് ഉണ്ടോ? ഡെയിലി എഴുതിക്കോന്ന് പറയാം. അല്ല, ഞാൻ മറന്നു പോയി. എവിടെ പോയി? ചക്കയുടെ സീസൺ ആണെങ്കിൽ പച്ചച്ചക്ക പുഴുക്ക്, മീൻകറിയും ബീഫ് റോസ്റ്റും തരും. ഇതിപ്പോ കപ്പയും മോന് വേണോ? കഴിക്കാൻ ഇവിടെ ഇല്ല. കണ്ടോ 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 കണ്ടോ. പാലക്കാട്. കപ്പയും ചുവന്ന മീൻകറി കേട്ടോ. മുളക് കേരള ഇട്ട, ബെസ്റ്റ് മീൻകറി. കേരള ബിരിയാണി 25-ാം വേൾഡ് തീയതി ബെസ്റ്റ്. കഴിക്കാൻ കൊടുത്തിരിക്കണം. യെസ്, ഇനി അത് കൊടുത്തില്ലെങ്കിൽ ഇല്ല, അന്ന് ഞങ്ങൾ കഴിച്ചിട്ട് post മിനി ചേച്ചി. തന്നെ. യെസ്, ഡൺ. വരുവോ? വർക്കും കൂടെ അല്ലല്ല അല്ല കഴിച്ചിട്ട് പോസ്റ്റ് അല്ല വിശ്വസിക്കാൻ വിശ്വസിക്കാൻ വരും. വരുവോ? വരും. കഴിച്ചിട്ട് പോസ്റ്റ് ഇടണം, അതിന് വേറെ പൈസ വാങ്ങിക്കും. പേയ്മെന്റ് കൊളാബ് ചെയ്യുമ്പോ വേറെ പൈസ കൊടുക്കണം. കൊളാബ് പോകുമ്പോ അല്ല, വേറെ പൈസ വിശ്വസിക്കാൻ എല്ലാരും വിശ്വസിക്കണ്ട. അല്ലേ എല്ലാവർക്കും ആളാമ്പത് ഇടാൻ പറ്റൂലല്ലോ. കൊളാബ് 25 ചെയ്യണമെങ്കിൽ പൈസ വേറെ കേട്ടോ. പൈസ. നല്ല റീച്ചുള്ള പേജാ. പിന്നെ ബിബിൻ ജോർജിന് ഇടിയപ്പം ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു അവര് പിടിയപ്പമേ കഴിക്കാറില്ലെന്ന് കേട്ടത്. അതിന് വീട്ടിൽ നിന്ന് അവരുടെ അമ്മ വിളിച്ചു, എങ്ങനെ മോളെ ഇത് ഉണ്ടാക്കുന്ന. ഏത് ഇടിയപ്പം ഉണ്ടാക്കാനോ? എന്റെ അമ്മോ, ഇത് എന്തൊരു ഇത് വിശ്വസിക്കാൻ പറ്റില്ല. ഇടിയപ്പം ഉണ്ടാക്കണ അത് എങ്ങനെയാന്ന് നല്ല ചോദിച്ചാ ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ഉണ്ടാവുമ്പോ അപ്പം ഇച്ചിരി തേങ്ങ, പറഞ്ഞിട്ടുണ്ടാവും. ഇത് കേക്ക് ഇടിയപ്പം ചില ആൾക്കാര് കുഴച്ചിട്ട് കൈപ്പുണ്യം. നെയ്യും കൂടി ഇട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് മറ്റേ തടിയിലുള്ള ഇതില്ലേ നമ്മുടെ ഉണ്ടാക്കി വെച്ച് ഇടിയപ്പം എടുത്ത് കുഴക്കോ? അല്ലടാ, ഇടിയപ്പത്തിന് പൊടി കുഴച്ചിട്ട് നമ്മുടെ നല്ല ഇച്ചിരി നെയ്യൊക്കെ ഇട്ട് എടുത്തിട്ട് കുക്കറി ചപ്പാത്തിക്ക് ഇട്ട് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് നമ്മുടെ തടിയുടെ ഇടിയപ്പം തടിയുടെ അതിൽ ഈ സാധനം ചെറിയ നൂലിന്റെ ഹോളാണ്. അപ്പൊ ആ നൂലിന്റെ ഹോളിനകത്തിട്ട് എടുത്ത് വരുമ്പോ കട്ടി കൂടുന്നതല്ലല്ലോ, കട്ടി കുറയുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. അതെ, കണ്ട കണ്ട. അതിന് എല്ലാത്തിനും ഉണ്ട് അതിൻ്റെതായ കൈപുണ്യങ്ങള്. അതെ, അറിയാൻ പറഞ്ഞിട്ടാ അത് പറഞ്ഞു കൊടുത്തപ്പോ അവിടെ ബിപിൻ ചേട്ടന്റെ അമ്മ നന്നായിട്ട്. അത് ഞാൻ ബീവിനോട് സംശയം നമ്പറാണ് ഇപ്പൊ വിളിച്ചത്. വേണ്ട, മുത്തേ നീ എന്റെ കൂടെ നിൽക്കും, ഞാൻ പറയാം സത്യവചന. ഈ മനുഷ്യൻ റീച്ച് ഉണ്ടാക്കി ഓരോന്നും പറയും, കൂടരുത്. എന്നിട്ട് അവസാനം ഇനി വരുന്നത് ധ്യാനും സ്മിൻ ചേച്ചിയും തമ്മിൽ അടിയായി. നമ്പും കൊടുത്തിന് ഐഡിയ തന്നെയാ. മാറേണ്ട കാര്യമില്ല. ഇല്ല. പക്ഷെ നന്നായിട്ട് കുക്ക് ചെയ്യുന്നതായിട്ട് ഞാനും പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികം. നമ്മളിപ്പം ഈ ഇടയ്ക്ക് യാത്ര ചെയ്തപ്പോ ഓരോ ഹോട്ടലിൽ ഫുഡ് കഴിക്കുമ്പോൾ പറയാറുണ്ട്, ഇതിലും നല്ല ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കും, അതിന്റെ ഓരോ കറികൾ വെക്കുന്ന രീതി വരെ പറഞ്ഞു. കേട്ടറിവാണല്ലോ ഇതൊക്കെ. കേരളാസ് ബെസ്റ്റ് ബിരിയാണി പോലെ തന്നെ. കേരള ഇത് രണ്ടുപേരും ശരിയാ. ഇവിടെയൊക്കെ ദിവ്യ കാത്തിരിക്കണം നിങ്ങളെ കൊടുക്കുന്നതിന് മടിയില്ല, ആരും അങ്ങോട്ടും അങ്ങോട്ട് കിട്ടണില്ലാത്ത. എന്റെ ബിരിയാണിനെ കുറിച്ച് എന്റെ ചേട്ടൻ തങ്കത്തിന്റെ പ്രൊമോഷൻ വന്നപ്പോ യൂട്യൂബ് ഒരു ചാനലില് പുള്ളി കഴിച്ച ഏറ്റവും നല്ല ബിരിയാണി എന്റെ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ എന്റെ ബിരിയാണി കഴിക്കാനായിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ നടിയായ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ അടക്കം വന്നിട്ടുണ്ട്. ഓക്കെ, എന്റെ ബിരിയാണി ശ്രീനിവാസൻ കൊറോണക്കാലത്ത് എന്റെ ബിരിയാണി കഴിക്കാനായിട്ട് രാവിലെ തൊട്ട് പട്ടിണി കിടന്നിട്ട് ഉച്ചക്ക് എന്റെ ബിരിയാണി കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ബിരിയാണിയാണ് എന്റെ. ഇടിയപ്പം ഒന്നുമല്ല എന്റെ സാധനം. ഇടിയപ്പം അല്ല, ബിരിയാണി കുറച്ചുകൂടെ. ഏത് ബിരിയാണി അല്ലേ മോനെ ഇഷ്ടം? നാടൻ ഫുഡ് ബിരിയാണി ഞാൻ ഉണ്ടാക്കും. അത് കപ്പയുടെ കേസിൽ ഒരു തീരുമാനം. ഇവിടുത്തെ ഒരു തീരുമാനമായിട്ട് അത് നമുക്ക് പിടിക്കാം. കപ്പ തന്നിട്ട് ബാക്കി. അപ്പൊ ബിരിയാണി ഏറ്റവും നന്നായിട്ട് വെക്കുന്ന ഒരു കേരളത്തിലെ വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി. ഓക്കെ, രണ്ടുപേരും അവസാനം ഒരു ഹോട്ടലിൽ വാങ്ങിച്ചു ഒരുപോലെ ഹൈദരാലി എന്നാ ചെയ്യുന്നത്? ഇതെന്താ ഫുഡ് ഉണ്ടാക്കും? അതല്ലേ ഇത് കഴിയുമ്പോ ഞാൻ വീഡിയോ കാണിക്കാം. ഹൈദരാലി ഞാൻ മോരുകറി ഉണ്ടാക്കും, ഓംപ്ലേറ്റ് ഉണ്ടാക്കും. ഓംലെറ്റ് ഉണ്ടാക്കും. നല്ലതാ, ഓംലെറ്റും മോര് കറി കഴിക്കാം. കുഴപ്പമില്ല. അല്ല, എനിക്ക് പറഞ്ഞത് ഞാനെ പോലെ സമയമില്ല, ഇങ്ങനെ ഇന്റർവ്യൂ എടുത്ത് നടക്കുന്നുണ്ട്. ഞാനും സമയമില്ലാത്ത ഞാൻ ഈ ബിരിയാണി എനിക്ക് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ഒരു ഡേറ്റ് പിടിക്കുന്നതാണ്. ഉറപ്പായിട്ടും ഒരു ഡേറ്റ് പിടിച്ചതാണ് ഈ ബിരിയാണി. എനിക്ക് അടുത്ത ദിവസം ഞാൻ ഷൂട്ടിന് വരും ചെയ്യും, മറ്റന്നാൾ.
അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചു വരും. ആ തിരിച്ചു വന്നിട്ട് ക്രിസ്മസിന്റെ സമയത്ത് എല്ലാവരും ഓക്കെ done. ക്രിസ്മസിന്റെ സമയത്ത് ഞാൻ ബിരിയാണി വെക്കുന്നു. ആ ബിരിയാണി നമ്മൾ പോയി ടേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ രണ്ടുപേരുടെ കാര്യങ്ങളെല്ലാം അല്ല അങ്ങനെയാണ് ഞാൻ കാണിക്കണേ. എനിക്ക് വേണ്ട ഈ ബിരിയാണി ബിരിയാണി, ഇടിയപ്പം, അല്ല ഇടിയപ്പം ബീഫ് റോസ്റ്റ് കൊണ്ടുവരാം, മീൻകറി കൊണ്ടുവരാം. അല്ല ഞാൻ ബിരിയാണി കൊണ്ടുവരുമ്പോ ഇവിടെ കൊണ്ടുവരില്ല, അവിടുന്ന് ഉണ്ടാക്കണം. ഞാൻ സെറ്റപ്പ് ഉണ്ടാക്കും. ഞാൻ വരുമ്പോ എന്റെ ഇടിയപ്പം വീഴുന്ന പാത്രം മാത്രം കൊണ്ടുവന്നു ഒരു കുഴപ്പമില്ല. അതെന്റെ ഹൈലൈറ്റ് തടിയുടെ അതുണ്ടെങ്കിൽ അത് ഞങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കാം അതിനകത്ത് എന്താ വെച്ചേക്കണം. ഒന്നുമില്ല. അപ്പൊ എല്ലാ ഫുഡിനും തീരുമാനമാക്കിയിട്ടുണ്ട്. അതിനൊരു മാറ്റമില്ല. ഫുഡിന് തീരുമാനമായി, സിനിമയ്ക്കൊരു തീരുമാനമാക്കാറുണ്ട്. അത് ഇതിപ്പോ കുക്കറി ഷോ മറ്റേ ഇതായി പോയി പരിപാടി. സിനിമ ഇറങ്ങാൻ പോവാണ്. ഈ പറഞ്ഞ പോലെ ഇതിന്റെ കണ്ടന്റ് എനിക്ക് കേട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അത് വലിയ രീതിയിൽ മെസ്സേജുകൾ വരുന്നുണ്ട്. അത് കണ്ട് പ്രേക്ഷകർ ഏറ്റെടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു സിനിമയാണ്. സിനിമ ഇറങ്ങിക്കുമ്പോൾ വലിയ ചർച്ചയിലേക്ക് പോകുന്ന സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ രീതിക്കാണ് ഇത് മേക്ക് ചെയ്തേക്കണത് എന്നാണ് എനിക്ക് കഥ കേട്ടപ്പോൾ വിശ്വാസമായത്. ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് അല്ലേ? പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഇനിയിപ്പം അടുത്ത സിനിമകൾ ഇറങ്ങാനുള്ളത് ലിസ്റ്റിന്റെ പടം, ദിലീപേട്ടന്റെ പടം, പ്രിൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊപ്പങ്കള ആപ്കേസ് നമ്മുടെ പടം ഉണ്ട്, കുറെ ഉണ്ട്. ആ പടം ഇനി ഇറങ്ങാൻ നിൽക്കുന്നു. അപ്പൊ എല്ലാ പടങ്ങളും ഉണ്ട്. അപ്പം വെള്ളിയാഴ്ച സ്റ്റാർ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നേരത്തെ പറഞ്ഞാല് ഞായറാഴ്ച അസ്തമിക്കുകയല്ല ചെയ്യണം. വെള്ളിയാഴ്ച ഉദിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഉദിച്ച് നിൽക്കട്ടെ സിനിമകൾ, ധ്യാന്റെ സിനിമകൾ. അങ്ങനെ കാലം വരട്ടെ, വരും. ഒരു കുട്ടി എണ്ണീക്കുമ്പോ ഉടനെ ഓടിച്ചാടി നടക്കുവാണ് അല്ലല്ലോ, വരും. ഞാൻ കുറച്ച് കാലമായി അതിനൊരു സമയമുണ്ട് കറക്റ്റ്. ഒന്നാം ക്ലാസ്സിൽ നിന്ന് ഡിഗ്രിക്ക് പോകത്തില്ലല്ലോ, 1, 2, 3 ഇങ്ങനെ അല്ലേ. അല്ല അതില് ഒരു കുഴപ്പമില്ല. അയ്യോ എനിക്കതിന് വലിയ വിഷമമില്ല. ഇത് ബാക്കിയുള്ളവർക്ക് വിഷമം, ഞാനൊരു വിഷമമില്ല. അല്ല ഒരുപാട് പേര് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ സമയത്ത് ഞാനൊരു കമന്റ് എന്നോട് പറഞ്ഞ സാധനം ഞാൻ വളരെ സന്തോഷമായിട്ട് ഒരു ഫോട്ടോന് താഴെ കാണുന്ന ഒരു കമന്റ്, കുറച്ചൊരു ഒരു 10-35-38 വയസ്സിലൊരു സ്ത്രീ ആയിരുന്നു. അവസാനം ആ കുട്ടിയുടെ ഒരു സിനിമ ഓടിയല്ലോ, ആ കുട്ടിയുടെ മുഖത്തൊരു സന്തോഷം കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അവർക്ക് വരെ എന്ന് വെച്ചാൽ വളരെ സാധാരണ കാര്യമുള്ള ചിലപ്പോൾ ഇതൊന്നും വീട്ടമ്മയായിട്ടായിരിക്കും, അവർക്ക് വരെ സന്തോഷം. ആ സന്തോഷത്തിൽ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എനിക്ക് വേണ്ടി, കാരണം എന്റെ സക്സസ് കാണാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്, പലരും. ഞാൻ അവരുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമം. ചില സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കും, പ്രതീക്ഷിക്കരുത്, എന്നിൽ നിന്ന് പ്രതീക്ഷിക്കല്ലേ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ എന്നാലും പ്രതീക്ഷ പൂർണ്ണമായി വിടണ്ട. ഒരു നല്ല കാലം എല്ലാവർക്കും വരുമല്ലോ. ഇതിന്റെ അല്ല ഞാൻ പറഞ്ഞു, നല്ല കാലമുള്ള ഒരു ആക്ടർ ഇല്ല. അതില്ല, അത് സമ്മതിക്കില്ല. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഈ സക്സസ് സിനിമയുടെ അല്ല അങ്ങനെ വിഷമിക്കല്ലേ. പറയുമ്പോഴാണ് ഇവിടെ വിഷമം വരുന്നത്. അല്ല ഇത് ചർച്ച വിഷയം എന്തെന്നറിയാമോ, അടുത്ത ഫ്രൈഡേ തൊട്ട് you can act, keep acting. ഇത് നല്ല stories are coming to you. അത് നല്ല കാര്യല്ലേ. അല്ല ഞാനോട് പറഞ്ഞ അടുത്ത വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ഉണർന്ന് ഉദിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടായിരുന്നു ചർച്ച വന്നത് വീണ്ടും. എനിക്ക് ഉദിക്കാലും ഉദിച്ചാലും ഉദിച്ചില്ലെങ്കിലും എനിക്ക് സന്തോഷം. പക്ഷെ എന്നുമുണ്ട്, പ്രേക്ഷകരുടെ മനസ്സിൽ മാത്രമല്ല എന്നും സിനിമയിലുണ്ടാവും. സിനിമയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുള്ള ഒരു സാധാരണ പലരും ചാനലിൽ നിന്ന് ചാനൽ മാറുന്നു, പലരും പുതിയ ചാനൽ തുടങ്ങുന്നു, ചിലര് തെലുങ്കിൽ പോകുന്നു, ചിലര് വീട്ടിലെ അടുക്കളയിലോട്ടാവും തിരിച്ചു. പക്ഷെ ഞാൻ എന്നും ഉണ്ടാവും. അങ്ങനെ തന്നെ ഉണ്ടായി. ജോണിച്ചേട്ടൻ പറഞ്ഞ വേറൊരു കഥ കൂടെ പറയണേ. ഞാനിങ്ങനെ അഭിനയിച്ച് പറയുക, ഒരു സിനിമയുടെ ഇങ്ങനെ കമ്പിളിപ്പതൊക്കെ പുതച്ചു വന്ന് അഭിനയിച്ച സിനിമ ഉണ്ട്, അതിൽ അവൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഏതാന്ന് പറഞ്ഞില്ല. അവസാന സീനിൽ അങ്ങനെ വന്നതെന്ന് നമ്മുടെ സിനിമയെ കുറിച്ച് പറഞ്ഞാണ് വർഷങ്ങൾക്ക് ശേഷം. അതിലും അവനൊക്കെ ഫുൾക്കേട് ആരംഭിച്ച കമ്പിളിപ്പതപ്പ് ഇട്ട് അഭിനയിച്ചു പറഞ്ഞൊരു കഥയാണ് ഓർമ്മപ്പെടുത്തിയത്. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും ഉണ്ടല്ലോ, എവിടെ പോകുമ്പോഴും ഇത് ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ്, ധ്യാനിന്റെ ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണ്, ഓരോ സിനിമയിലും ഓരോ ആളുകളുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴും ധ്യാനെ അവർ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. അതാദ്യം മനസ്സിലാക്കും. ഞാൻ ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ അറിയാത്ത ഒരാളായിട്ട് തോന്നുന്നുണ്ടോ എന്നെ കണ്ടിട്ട്?
പണ്ടുള്ള അമ്മച്ചിമാരുടെ ഒരു പഴഞ്ചൊല്ല, കൊല്ലക്കുടിയിലാണ് സൂചിപ്പിക്കാൻ വരുന്നത്. സത്യം. എന്തല്ലേ എന്നെ ഇതുവരെ മനസ്സിലാക്കിയില്ല. ഞാൻ മനസ്സിലാക്കില്ലേ നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. ആ പിന്നെന്താണ് ഇത്? അല്ല മുമ്പ് നമ്മൾ വേറൊരു ഇന്റർവ്യൂ എന്റെ അച്ഛനെ പറ്റി വല്ല ധാരണയില്ലെന്ന് തോന്നുന്നല്ലേ, പേരെന്ന് പറഞ്ഞു ഒന്നുകൂടെ കൊടുത്തല്ലോ, ശ്രീനിവാസൻ എന്നാണ്. അല്ല അത് ഇവിടെ ചോദിച്ച അവസാനിക്കുക. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ അച്ഛൻ എന്ന് വിളിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഇന്റർവ്യൂ പറഞ്ഞു. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛ എന്ന് വിളിച്ച് സംസാരിച്ച. നമ്മുടെ ഇന്റർവ്യൂല് നമ്മുടെ വിളിച്ചിട്ട് വർഷങ്ങളായി എനിക്ക് ഓർമ്മ. അല്ലല്ല, അത് ഞാൻ പറഞ്ഞേ, അതൊരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ നമ്മൾ അച്ഛ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഞങ്ങൾക്കിടയിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള സംസാരത്തിനിടയിലൊന്നും ഞങ്ങൾ അങ്ങനെ അച്ഛാ മോനെ എന്നുള്ള സംസാരം ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇന്റർവ്യൂ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അന്നാണ് ഞാൻ അവസാനമായിട്ട് അത്ര അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്നത്. ഞാൻ അടുത്ത കാലത്ത് അങ്ങനെ അത്ര അടുത്ത് ഞങ്ങൾ ഒരുമിച്ച് അതിനുശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോലും ഇല്ല. അത് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതന്ന് എതിർക്ക വരികയും അങ്ങനെ ഒരു പരിപാടി ഉണ്ടായതുകൊണ്ട് നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് ഒത്തുകൂടി. ബിരിയാണി നമുക്ക് ശ്രീനേട്ടനോട് ഇരുന്ന് കഴിക്കാം. കറക്റ്റ് അടുത്ത മാസം വിളി വരും കേട്ടോ. ഞാനും വിളിക്കും, എല്ലാരും വിളിക്കും. ഞാൻ നാളെ തൊട്ടിടും ദിവസം എണ്ണിക്കൊണ്ടോ. അല്ല അത് ഞാൻ അതൊന്ന് ഓർമ്മപ്പെടുത്താട്ടോ. അന്ന് നമ്മൾ ഒരുമിച്ചിരുന്നു. അന്ന് ഭയങ്കര അച്ഛനാണെങ്കിലും ഭയങ്കര രസകരമായിട്ട് കാര്യങ്ങൾ, അന്നൊരു സ്ക്രിപ്റ്റിന് നമ്മൾ അഡ്വാൻസ് അച്ഛൻ ഒരു സ്ക്രിപ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് നമ്മൾ കൊടുപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതൊക്കെ പുള്ളി എപ്പോഴേ മറന്നിട്ടില്ല. ഈ ഇടയ്ക്ക് പോയപ്പോഴും ചോദിച്ചിട്ട് അവൻ എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് എന്നോട് എങ്ങനെയാ പറഞ്ഞു, പിന്നീട് അവൻ ചോദിച്ചിട്ടില്ല ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് എന്നാ പറഞ്ഞു. ചോദിക്കേണ്ട ബാധ്യത നമ്മുടെ അല്ലേ? അടുത്ത ഡയറക്ഷൻ എനിക്ക് വേണ്ടി മറുപടി പറയാൻ ഞാൻ ആളെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഉടനെ ഇല്ല, ഞാൻ അടുത്ത വർഷം അവസാനമൊക്കെ ആകുമ്പോ എനിക്കിങ്ങനെ തുടങ്ങിയിടണം എന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു പ്രീയൊക്കെ തുടങ്ങി വെച്ചിട്ട് 2025 അവസാനം തുടങ്ങിയിട്ടിട്ട് 26 ആകുമ്പോൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം. ഇതൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് നടക്കും. പക്ഷെ ഞാൻ പറഞ്ഞ ഇപ്പോൾ കുറച്ച് പടങ്ങൾ ഇതിങ്ങനെ വീണ്ടും വീണ്ടും പടങ്ങൾ വരുമ്പോഴേ ചില സിനിമകളൊന്നും നമുക്ക് നോ പറയാൻ പറ്റാത്തതൊക്കെ ആയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് പിന്നെ പറ്റുന്ന കാലത്തോളം കൊച്ചങ്ങോട്ട് ഓടട്ടെ. കുറച്ച് ഇപ്പം എന്ന് വെച്ചാൽ വീണ്ടും ഞാൻ ബ്രേക്ക് എടുക്കണം എന്ന് വിചാരിച്ചാൽ പോലും ബ്രേക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ചില പടങ്ങൾ. എന്ന് വെച്ചാൽ ഒന്ന് ഇവരൊക്കെ കുറേ പടങ്ങൾ കഴിയുമ്പോൾ നമ്മൾ പലരുമായിട്ട് ഭയങ്കര ബന്ധം ഉണ്ടാവുന്നു. നമ്മളെല്ലാവരുമായിട്ട് സൗഹൃദം ഉണ്ടാകുമ്പോൾ തന്നെ അവരൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടാകുന്നു. അവരൊക്കെ ഒരു സിനിമയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഇപ്പം കഴിഞ്ഞ ഇപ്പം ഞാൻ മലയാളി ചെയ്ത സമയത്ത് അപ്പം പ്രിൻസ് ദിലീപേട്ടൻ്റെ പടം ബാക്ക് ടു ബാക്ക് 2 പടം ദിലീപേട്ടൻ്റെ പടം. അപ്പോൾ അത് ഇപ്പം അൽത്താഫിൻ്റെ ഫഹദിൻ്റെ പടം. അപ്പോൾ അതൊക്കെ അൽത്താഫുമായിട്ട് അവിടെ നിന്നൊരു ബന്ധം, അൽത്താഫിൻ്റെ പടം. മലയാളി ചെയ്യുന്ന സമയത്ത് ബിൻഡോന്റെ കൂടെ ഒരു ബന്ധം പ്രിൻസിലേക്ക്. അങ്ങനെ ഇതൊക്കെ എല്ലാം നമ്മുടെ ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കളും. അപ്പൊ പിന്നെ നമുക്കതൊന്നും നോ പറയാൻ ഉള്ളൊരു വകുപ്പില്ല. അല്ല ഒരിക്കലും നോ പറയണ്ട. ഈ പറയുന്ന ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് ഓടാവുന്നത്ര ഓടുക. എന്നും ബാങ്ക് ബാലൻസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അല്ല അങ്ങനെ ബാലൻസ് ഇട്ടാണ് അങ്ങനെ തന്നെ. അതിൽ നിന്ന് എടുത്ത് ചെലവാക്കണല്ലേ, അതിൽ നിന്ന് എടുത്ത് ചെലവാക്കരുത്. പുതിയ സിനിമ ചെലവാക്കിയാ മതി. പൈസ എന്നൊരു വിഷയമേ അല്ലേ. അതെനിക്ക് നല്ല വിശ്വാസമുള്ള ഒരാളാണ്. അങ്ങനെ ഒരു പ്രശ്നക്കാരനെ അല്ലാന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സിനിമയ്ക്ക് എന്തൊക്കെ റേറ്റ്? പൊട്ടിയ ചെരുപ്പ് പറഞ്ഞല്ലേ. ഇത് ഡൂപ്പാ. ഇത് ഞാൻ ഏതൊരു ഷൂട്ടിന് പോയപ്പോ അവര് തന്ന ഡൂപ്പ് ഷർട്ട്. ഇത് ഷൂട്ടിനിട്ട് തന്നപ്പോ ഷർട്ട് മുണ്ട് പൈസ കിട്ടുന്ന ചെലവാക്കാനും കൂടാട്ടോ. അതാ ഞാൻ പറഞ്ഞ അതൊക്കെ ഞാൻ കുട്ടി ഇങ്ങനെ വെക്കുക. പിശുക്കന്ന് നീയല്ലേ പറഞ്ഞ കുറെ ഫുഡൊക്കെ വാങ്ങിച്ചു നമ്മളെ ആവശ്യമുള്ള കാര്യത്തിൽ. ഇപ്പൊ വന്നപ്പോ പൊട്ടിയതാന്നേ. വന്നപ്പോ പൊട്ടിയതാ. അന്ന് പൊട്ടിയതല്ലേ നേരത്തെ പൊട്ടി. ഇത് പഴയ ചെരുപ്പ് പോലെ. ഇതും ഷൂട്ടില്ല. അല്ല ഇതെന്റെ ഒരു ചെരുപ്പ്, നല്ല ചെരുപ്പ് എന്റെ കയ്യിലായിരിക്കും. ശരിയാ. ആ ചെരുപ്പ് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? അല്ല എന്റെ ഒരു നല്ല ഷൂ ഞാൻ കയ്യിലിരിക്കും. അതെ
അതെ, ഇന്റർവ്യൂവിന് നിങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടോണ്ട് വന്ന പോവാണ് ഇത് പൊക്കോളെ. അമ്പലപ്പറമ്പിൽ കൊണ്ട് ചെരുപ്പ് ഊരിയിരുന്നോളാം നിങ്ങൾ. അങ്ങനെ അല്ലാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാം. ഏതാ? ഞങ്ങളിന്ന് ഒരു യാത്ര പോയപ്പോ എക്സ്ചേഞ്ച് ചെയ്താ. അതെ. ഓ, അന്ന് യാത്രയെ കുറിച്ച് ഓർമ്മിപ്പിക്കല്ലേ. എന്തായാലും ഈ യാത്രയിലൊന്നും ഓർമ്മപ്പെടുത്തുന്നില്ല. ഈ യാത്ര ഇങ്ങനെ നല്ല രീതിയിലേക്കുള്ള യാത്ര മുന്നോട്ട് പോകട്ടെ. 3 പേർക്ക് നല്ല നല്ല കഥാപാത്രം കിട്ടുക. ഈ സിനിമ ഗംഭീര വിജയമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സിനിമയുടെ കൂടെയുള്ള യാത്രയിൽ തുടർന്നും ഉണ്ടാകുമെന്ന് ഉറപ്പ് തരുന്നു. എന്തായാലും ഞാനേ ഗംഭീര ഇന്റർവ്യൂ ആയി മാറിയിട്ടുണ്ട്. ഒന്നുമില്ല, ഒന്നും പോയിട്ടില്ല. ബിരിയാണിയും കപ്പയും, അതൊന്നും 25-ാം തീയതി കപ്പ, ഡിസംബറിൽ ബിരിയാണി. ഇത് കഴിക്കാൻ ഞാനും ഉണ്ടാകുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. ഗണപതിക്കുള്ളത് ഇവിടെ കൊടുക്കാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.